ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള റീഡിംഗ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് നിങ്ങളെപ്പറ്റി നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഒരു റീഡിംഗ് ആയിട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 പൈൽ വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ ഇൻറ്റ്യൂഷനോട് ചോദിച്ചതിന് ശേഷം നിങ്ങൾക്കിവിടെ ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് ആകുന്ന പൈൽ ഏതാണ്, ആ ഒരു പൈൽ നിങ്ങൾ മാക്സിമം സെലക്ട് ചെയ്യാൻ വേണ്ടി നോക്കുക. ആ ഒരു പൈൽ സെലക്ട് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നിങ്ങളെ കൂടുതലും കോൺസെൻട്രേഷൻ ചെയ്യുക. ഒരു മെഡിറ്റേഷൻ മൂഡിലോ അല്ലെന്നുണ്ടെങ്കിൽ 3 തവണ ശ്വാസം വലിച്ച് വിട്ടതിന് ശേഷം നിങ്ങളെ തന്നെ കൂടുതലും ഫോക്കസ് ചെയ്ത് നിങ്ങൾ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള റീഡിംഗ് ആയിട്ട് ഈ ഒരു റീഡിംഗ് മാറും എന്നുള്ളതാണ് ഈ ഒരു റീഡിങ്ങിൻ്റെ മാജിക്. അപ്പം ഇവിടെ നിങ്ങൾ ചെയ്യാനൊരു കാര്യം എന്ന് പറയുമ്പോൾ ഞാനിവിടെ 2 പൈൽ വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ ഇൻറ്റ്യൂഷനോട് ചോദിച്ചതിന് ശേഷം ഒരു 3 തവണ ശ്വാസം വലിച്ചു വിട്ടതിന് ശേഷം ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ട് തോന്നുന്നൊരു പൈൽ നിങ്ങൾ സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് ആദ്യത്തെ 1ാമത്തെ പൈൽ, ഇതാണ് 2ാമത്തെ പൈൽ. അപ്പം നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു പൈൽ സെലക്ട് ചെയ്യുക. നിങ്ങളെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നിങ്ങളെ കൂടുതലും ഫോക്കസ് ചെയ്തുകൊണ്ട് ഇതിൽ നിന്നും ഒരു പൈൽ സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള റീഡിങ്, നിങ്ങളെ ക്യാരക്ടറായിരിക്കാം, നിങ്ങളുടെ സ്വഭാവമായിരിക്കാം, നിങ്ങളുടെ കഴിവുകളായിരിക്കാം. അപ്പം അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ ആയിരിക്കും. അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഈ ഒരു റീഡിങ്ങിലൂടെ പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നു. അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് 1ാമത്തെ പൈൽ ചൂസ് ചെയ്ത റീഡിംഗ് ആണ്. അതായത് ഈ ഒരു പൈൽ ചൂസ് ചെയ്ത ആൾക്കാരുടെ റീഡിംഗ് ആണ്. ഇത് 2ാമത്തെ പൈലാണ്. ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് 1ാമത്തെ പൈൽ, ഈ ഒരു പൈൽ ചൂസ് ചെയ്ത ആൾക്കാരുടെ റീഡിംഗ് ആണ്. ഫസ്റ്റ് പൈൽ ഒന്നാമത്തെ പൈൽ, ഇത് നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ ആയിരിക്കാം, നിങ്ങളുടെ സ്വഭാവമായിരിക്കാം, നിങ്ങളെക്കുറിച്ചുള്ളൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള റീഡിംഗ് ആണ്. അപ്പം നമുക്ക് ഓരോന്നോരോന്നായിട്ട് പറഞ്ഞു പോവാം. ഓക്കെ ഒന്നാമത്തെ പൈലിൻ്റെ മെയിൻ ഒരു ഇഷ്യൂ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ലൈഫിൽ കുറേ അധികം പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുള്ളതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങളായിരിക്കാം നിങ്ങളുടെ ലൈഫിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ലൈഫിൽ 1 or 2 പേര് മാത്രമായിരിക്കാം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് അത്രയും ജെന്യുവനായിട്ട് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. അവരാണെങ്കിൽ നിങ്ങളുടെ കൂടെ ഇല്ലേം താനും. കാരണം എന്ന് പറയുന്നത്, ഈ ഒരു സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഒരു കറണ്ട് സിറ്റുവേഷൻ വെച്ച് നിങ്ങളുടെ ലൈഫിൽ ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളാണ് നടക്കുന്നത്. ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളും ഭയങ്കരമായിട്ടുള്ളൊരു ഇഷ്യൂസും നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നൊരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. ആൾക്കാരെല്ലാവരും നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെ കബളപ്പെടുത്തി കാര്യങ്ങൾ നേടാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നത്. മേ ബി നിങ്ങൾ ഭയങ്കരമായിട്ടും ഒരു ജെന്യുവൻ ആയിട്ടുള്ള വ്യക്തിയായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭയങ്കരമായിട്ടും ആൾക്കാർക്ക് ഹെൽപ്പ് ചെയ്യുന്നൊരു വ്യക്തിയായിരിക്കാം. ബട്ട് നിങ്ങൾക്കിപ്പോഴും മനസ്സമാധാനമില്ലാത്തൊരു സിറ്റുവേഷനിൽ മാറുന്നതാണ്. ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തികൾ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നതിന് ശേഷം നിങ്ങളെ സമാധാനമൊക്കെ എടുത്തിട്ട് അവർ പോകുന്നൊരു സിറ്റുവേഷനിൽ നിങ്ങളെ കൊത്തിപ്പറിച്ച് പോകുന്നൊരു സിറ്റുവേഷനിലായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. മേ ബി നിങ്ങളൊരു ജെന്യുവൻ ആയിട്ടുള്ള ക്യാരക്ടർ ആയതുകൊണ്ടാണ് ഇങ്ങനത്തെ സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത്. കറണ്ട് സിറ്റുവേഷൻ, നിങ്ങളുടെ ഒരു കറണ്ട് സിറ്റുവേഷൻ പറയണമെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ലൈഫിൽ വന്നവരും പോയവരും എല്ലാവരും നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ ഉപയോഗിച്ചതിന് ശേഷം നിങ്ങളെ ഒറ്റപ്പെടുത്തി നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് അറിയാൻ പോലും പറ്റാതെ ഒറ്റപ്പെട്ടൊരു സിറ്റുവേഷനിൽ നിൽക്കുന്നൊരു സമയമായിട്ടാണ് ഫസ്റ്റ് പൈൽ ചൂസ് ചെയ്ത ആൾക്കാരെ കറണ്ട് സിറ്റുവേഷനിലായിട്ട് എനിക്ക് കാണാൻ പറ്റുന്നത്. റിലേഷൻഷിപ്പ്, നിങ്ങൾ ഏത് റിലേഷൻഷിപ്പ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ച് ഭയങ്കരമായിട്ടുള്ള ട്രാജഡിയാണ് നിങ്ങൾക്ക് ആ റിലേഷൻഷിപ്പിൽ കിട്ടുന്നത്. ഭയങ്കരമായിട്ട് നിങ്ങളുടെ മനസ്സ് കീറി മുറിച്ച് കൊണ്ടുപോകുന്ന റിലേഷൻഷിപ്പാണ്. കുറേയധികം നിങ്ങളുടെ എനിക്ക് തോന്നുന്നു നിങ്ങൾക്കൊരു എന്താ പറയുക, നിങ്ങൾക്കൊരു പ്രാണിക് ഹീലിങ്ങോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹീലിംഗൊക്കെ എടുക്കുന്ന ഈ ഒരു സമയത്ത് ബെറ്റർ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഭയങ്കരമായിട്ടും അകമഴിഞ്ഞ് സ്നേഹിക്കുന്നൊരു വ്യക്തിയായിട്ടാണ് കാണുന്നത്. എല്ലാവരെയും ഭയങ്കരമായിട്ടും ട്രസ്റ്റ് ചെയ്യുന്നൊരു വ്യക്തിയായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു റിലേഷൻഷിപ്പ് വന്നു കഴിഞ്ഞാൽ നിങ്ങളവിടെ ഭയങ്കരമായി പാനിക്കാവും. നിങ്ങൾ നിലവിളിച്ച് പൊട്ടിക്കരുന്നൊരു ക്യാരക്ടറായിട്ടാണ് കാണുന്നത്. ബട്ട് നിങ്ങൾക്ക് ആൾക്കാരെ നിങ്ങൾ അറിയിക്കാനോ അല്ലെങ്കിൽ ആൾക്കാരെ നിങ്ങൾ ഈ പറയുന്ന കണക്ക് ആൾക്കാരുമായിട്ട് നിങ്ങളൊരു കണക്ഷനോ കാര്യങ്ങളും ഇല്ലായിരിക്കാം. ബട്ട് നിങ്ങൾ സൈലൻ്റായിട്ട് ഒറ്റയ്ക്ക് നിന്ന് അനുഭവിക്കുന്നൊരു സിറ്റുവേഷനിലായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഒറ്റയ്ക്ക് നിരുന്നായിട്ടായിരിക്കാം നിങ്ങൾ എല്ലാ കാര്യങ്ങളും തരണം ചെയ്യുന്നത്. മറ്റുള്ളവർ അറിയത്ത് പോലുമില്ല. നിങ്ങളുടെ ലൈഫിൽ വന്ന് നിൽക്കുന്ന സമയത്ത് നിങ്ങൾ ചിരിച്ചുകൊണ്ടായിരിക്കും അവരുടെ അടുത്ത് പെരുമാറുന്നത്. ബട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് അടുത്ത് നിൽക്കുന്ന 1 or 2 പേർക്ക് മാത്രമായിരിക്കാം അറിയാൻ പറ്റുന്നത്. ബട്ട് ഈ ഒരു സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കറണ്ട് സിറ്റുവേഷൻ നിങ്ങൾ ഭയങ്കര പാനിക് സിറ്റുവേഷനിൽ നിൽക്കുന്ന സമയമായിട്ടാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. നിങ്ങളെ ഭയങ്കരമായിട്ടും ആൾക്കാർക്ക് കബളിപ്പിക്കാൻ പറ്റും. നിങ്ങളെ ഭയങ്കരമായിട്ടും ആൾക്കാർക്ക് ബ്ലൈൻഡ് ചെയ്യിപ്പിക്കാൻ പറ്റും. നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർക്കായാലും അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ നിൽക്കുന്ന വ്യക്തികൾക്കായാലും നിങ്ങളെ ഭയങ്കരമായിട്ട് നശിപ്പിക്കാൻ പറ്റുന്നൊരു വ്യക്തികളായിട്ട് കാണുന്നത്. ബട്ട് നിങ്ങൾ നശിച്ചാൽ പോലും പിന്നെയും നിങ്ങൾ അങ്ങോട്ട് ചെന്ന് കയറി കൊടുക്കും എന്നുള്ളതാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഏറ്റവും വലിയൊരു ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനായിട്ടാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. കാരണം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഹീലിംഗ് പവറുണ്ട്.
എത്ര ഇഷ്യൂസ്, എത്ര സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ വന്നു കഴിഞ്ഞാലും നിങ്ങൾക്കതെല്ലാം മറക്കാനുള്ളൊരു ശേഷി നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് പ്യുവർലി ഡിവൈൻ തന്നിട്ടുണ്ട് എന്നുള്ളതാണ് നിങ്ങളുടെ മനസ്സിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ പ്യുവറായിട്ടുള്ളൊരു എനർജി. കാരണം നിങ്ങൾക്ക് അങ്ങനെ വിഷം കുത്തി വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ മനസ്സിൽ വിഷം കൊണ്ട് നടക്കുന്നൊരു വ്യക്തിയായിട്ട് നിങ്ങളെ സംബന്ധിച്ച് കാണുന്നില്ല. ഭയങ്കരമായിട്ടുള്ള ക്ഷമാശീലമുള്ള ആൾക്കാരേക്ക് ഭയങ്കരമായിട്ട് കെയർ ചെയ്യുന്നൊരു വ്യക്തിയായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ആൾക്കാരേക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ടും മനസ്സാക്ഷിയുള്ളൊരു വ്യക്തികളായിട്ടാണ് എനിക്ക് ഈ സമയത്ത് നിങ്ങളെ പറ്റി കാണാൻ പറ്റുന്നത്. നിങ്ങളെ സംബന്ധിച്ച് കറൻ്റ്ലി നിങ്ങളെ സംബന്ധിച്ച് ഇന്ന് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ആരെയും വേണ്ട, ഒറ്റയ്ക്ക് നടക്കാൻ പഠിച്ച വ്യക്തികളായിട്ടാണ് കാണാൻ പറ്റുന്നത്. ലിസൺ യുവർ ഇൻറ്റ്യൂഷൻ, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ മാത്രം നോക്കി പോകുന്ന ഒരു വ്യക്തികളായിട്ടാണ് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് നിങ്ങളുടെ ലൈഫിലേക്ക് ഇഷ്ടം പോലെ ആൾക്കാർ നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്ത് വരാൻ വേണ്ടിയിട്ടുള്ള ഇഷ്ടം പോലെ പണിയും കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാം എന്നുള്ളതായിട്ട് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. കാരണം നിങ്ങളിപ്പോൾ ഈ ഒരു സമയം ഇൻഡിവിജ്വലായിട്ട് നിൽക്കുന്നൊരു സമയമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് എന്ത് സിറ്റുവേഷനും യൂണിവേഴ്സ് നിങ്ങളിലേക്ക് അടുപ്പിച്ച് തരുന്നൊരു സമയമായിട്ടാണ് ഈ ഒരു ടൈം കാണുന്നത്. യു ആർ എ ഹീലർ, നിങ്ങളൊരു ഹീലറായിട്ട് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് ഈ സമയത്ത് കാണാൻ പറ്റുന്നത്. നിങ്ങളൊരു ഭയങ്കരമായിട്ടുള്ളൊരു ഹീലിംഗ് പൊസിഷൻ അല്ലെങ്കിൽ ഒരു ഹീലറായിട്ട് മാറിയിരിക്കുന്നൊരു ആളായിട്ടാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. നിങ്ങളെ സംബന്ധിച്ച് ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു അവേക്കനിങ് ആയിട്ടുള്ളൊരു വ്യക്തിയായിട്ടാണ് കാണാൻ പറ്റുന്നത്. അവേക്കനിങ് എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ സോൾ അവേക്കനിങ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാത്തിൻ്റെയും ട്രൂ ആയിട്ടുള്ള സത്യങ്ങളും എല്ലാത്തിൻ്റെയും നിജം നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുന്നൊരു സിറ്റുവേഷനാണ്. നിങ്ങൾ എത്ര ഫൂളിഷ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ പോയാലും നിങ്ങൾ എത്രത്തോളം ഒരു ലൂപ്പിൽ കയറി നിന്ന് കഴിഞ്ഞാൽ പോലും നിങ്ങൾക്ക് നിങ്ങളുടെ സോൾ അവേക്കനിങ് ആയതുകൊണ്ട് തന്നെ, സോൾ ആയിട്ട് കമ്മിറ്റ്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ സോൾ നിങ്ങൾക്ക് എല്ലാം കാണിച്ചു തരാൻ പറ്റുന്നൊരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചില കാര്യങ്ങളിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് സ്ട്രെസ് ആയാൽ പോലും നിങ്ങളുടെ സോൾ പരമായിട്ടുള്ള കാര്യങ്ങളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സോൾ ഭയങ്കരമായിട്ടും എൻജോയ്മെൻറ്റ് ചെയ്യുന്നൊരു സോൾ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിനെക്കൊണ്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ സോൾ അവേക്കനിങ് ആയിട്ടൊരു വ്യക്തിയായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ സ്പിരിച്വൽ പരമായിട്ടുള്ള മെറ്റീരിയൽ ലൈഫിലൊക്കെ നിങ്ങൾ ഭയങ്കരമായിട്ടും വിജയത്തിലേക്ക് പോകാൻ പറ്റിയ ഒരു സിറ്റിംഗ് പൊസിഷൻ, നിങ്ങളുടെ പൊസിഷൻ എന്ന് പറയുന്നത് ഡിവൈനായിട്ട് തീരുമാനിക്കുന്നതിന് പകരം നിങ്ങളുടെ സോൾ തീരുമാനിക്കും എന്നാണ് പറയുന്നത്. കാരണം നിങ്ങളുടെ സോളിന് എല്ലാം ജഡ്ജ്മെൻറ്റ് ചെയ്യാനും എല്ലാം തീരുമാനിക്കാനുമുള്ള വൻ പവർ ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. നോക്കട്ടെ. യെസ്, വ്യത്യസ്തമായിട്ടുള്ളൊരു ഒരു ജഡ്ജ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു ജസ്റ്റിസ് വേണം എന്ന് തീരുമാനിച്ച് കഴിഞ്ഞാൽ, ഒരു കോംപ്രമൈസ് സിറ്റുവേഷനിൽ നിങ്ങളുടെ ലൈഫിൽ പോകണമെന്ന് നിങ്ങളുടെ സോൾ തീരുമാനിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ സോളിനപ്പുറം നിങ്ങൾക്ക് പോലും ഒരു തീരുമാനം എടുക്കാൻ പറ്റത്തില്ല. വിധിയെ പോലും മാറ്റി നിർത്തി നിങ്ങളുടെ സോളിന് പവർ ഉണ്ട് എന്നുള്ളതാണ് കാണാൻ പറ്റുന്നത്. കാരണം അത്രത്തോളം മൂർച്ചയേറിയ സോളാണ്. നിങ്ങൾക്ക് പോലും നിങ്ങളെ നിലനിർത്താൻ പറ്റാത്ത വിധം നിങ്ങളുടെ സോൾ നിങ്ങൾക്ക് ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് പവറുണ്ട് നിങ്ങൾക്ക്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വിചാരിക്കും പോലത്തുള്ള കാര്യങ്ങളൊന്നും നിങ്ങളുടെ ലൈഫിൽ നടക്കില്ല എന്നുള്ളത് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങളുടെ സോൾ തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. കാരണം എന്ന് പറയുന്നത് നിങ്ങൾ ഭയങ്കരമായിട്ടുള്ള നിങ്ങൾ വിചാരിക്കുന്നൊരു ക്യാരക്ടർ ആയിരിക്കത്തില്ല നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്നൊരു സ്വഭാവം എന്ന് പറയുന്നത്. നിങ്ങൾ വിചാരിക്കുന്നൊരു ജസ്റ്റിസോ അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നൊരു രീതിയിലോ റിലേഷൻഷിപ്പോ കരിയറോ ഫിനാൻസോ ഒന്നും പോകാൻ ഈ പറയുന്ന സോൾ വിടത്തില്ല. കാരണം വ്യക്തമായിട്ടുള്ള പ്ലാൻ നിങ്ങളുടെ സോളിനുണ്ട്. ആ ഒരു സോൾ കൊണ്ടുപോകുന്നതിനനുസരിച്ച് മാത്രമാണ് നിങ്ങൾക്ക് പോകാൻ കഴിയില്ല. ആ ഒരു സോളിൻ്റെ കയ്യിലാണ് നിങ്ങളുടെ ചരടിരിക്കുന്നത്. ബട്ട് നിങ്ങളെക്കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ യു ആർ എ ജെനുവിൻ, നിങ്ങൾ ജെനുവിൻ ആയിട്ടുള്ള ക്യാരക്ടറാണ്. ബട്ട് സോൾ അങ്ങനെ ആയിരിക്കണമെന്നില്ല. സോൾ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള സോളായിട്ടാണ് കാണിക്കുന്നത്. നിങ്ങളെ ട്രെയിൻ ചെയ്ത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും നിങ്ങളുടെ സോളായിട്ടാണ് ഈ ഒരു സമയത്ത് കാണുന്നത്. അപ്പോൾ ഇത്രയും സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ കൊണ്ട് തരുന്നത് നിങ്ങളുടെ സോളായിട്ടാണ് കാണാൻ വരുന്നത്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ലൈഫിൽ വരുന്നൊരു ഇഷ്യൂ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ വരുന്നൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇവിടെ കാണുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത്, നിങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്നത്, നിങ്ങൾ അമ്പ് ചെയ്ത് വീഴ്ത്താൻ നിൽക്കുന്ന സാധനങ്ങളൊന്നും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഡിവൈൻ തന്നിരിക്കുന്ന സാധനങ്ങളല്ല എന്നുള്ളത് നിങ്ങൾ വ്യക്തമായിട്ട് ഈ സമയത്ത് മനസ്സിലാക്കണം എന്നുള്ളതാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് ഈ സമയത്ത് പറയാനുള്ളത്. കാരണം എന്ന് പറയുന്നത് വിധിക്കപ്പെട്ട കർമ്മ ജനറേറ്റഡ് ആയിട്ടുള്ള നിങ്ങൾ പോകേണ്ട വഴികൾ, പോകേണ്ട സിറ്റുവേഷൻസ്, കാണേണ്ട കാഴ്ചകൾ, പറയേണ്ട കാര്യങ്ങൾ, കേൾക്കേണ്ട ശബ്ദങ്ങൾ, അത് മാത്രമാണ് ഇപ്പം നിങ്ങളുടെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സമയത്ത് അത് മാത്രമാണ് നിങ്ങളുടെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കണ്ണേർ, കമ്പയർ അങ്ങനത്തുള്ള സിറ്റുവേഷൻസൊക്കെ നിങ്ങളുടെ ലൈഫിൽ വരുന്നതായിട്ടാണ് ഈ സമയത്ത് കാണാൻ പറ്റുന്നത്. കാരണം ഈ ഒരു സമയത്ത് അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ അറിയണം. യൂണിവേഴ്സൽ പരമായിട്ടുള്ള കുറേയധികം ഗൈഡൻസ്, ടാരോട്ട് കാർഡ് റീഡേഴ്സ്, ഇങ്ങനത്തുള്ള സംഭവങ്ങളൊക്കെ ഈ ഒരു ടൈമിൽ നിങ്ങളുടെ ലൈഫിലേക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. നിങ്ങൾ ഏത് വഴി ഈ സമയത്ത് ചൂസ് ചെയ്താലും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ആ ഒരു വഴി നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളതാണ് കാണാൻ പറ്റുന്നത്. ഡിവൈൻ തീരുമാനിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ സോൾ തീരുമാനിക്കുന്ന വഴി മാത്രമേ നിങ്ങൾക്ക് ഈ സമയത്ത് പോകാൻ പറ്റത്തുള്ളൂ. കാരണം നിങ്ങളെ സംബന്ധിച്ച് പാസ്റ്റ് ലൈഫ് കണക്ഷൻ, അതുപോലെ തന്നെ കർമ്മ ജനറേറ്റഡായിട്ടുള്ള സിറ്റുവേഷൻസൊക്കെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടും ബാധിക്കപ്പെട്ട വ്യക്തികളാണ് ഫസ്റ്റ് പൈൽ ചൂസ് ചെയ്ത ആൾക്കാർ. അപ്പം നിങ്ങളുടെ സോൾ അവേക്കനിങ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പോകേണ്ട വ്യക്തമായ കാര്യങ്ങൾ ഡിവൈൻ കാണിച്ചു തരും.
അതുവഴി മാത്രമേ നിങ്ങൾക്ക് പോകാൻ പറ്റത്തുള്ളൂ. വ്യക്തമായ ലക്ഷ്യം ഉള്ള ആൾക്കാരായിട്ടാണ് കാണാൻ പറ്റുന്നത്. ആ ലക്ഷ്യത്തിലേക്ക് മാത്രമാണ് നിങ്ങൾക്ക് പോകാൻ പറ്റത്തുള്ളൂ. അതല്ലാണ്ട് നിങ്ങളായിട്ടൊരു തീരുമാനമെടുത്ത് നിങ്ങൾക്ക് ഇന്ന ജോലി വേണം അല്ലെങ്കിൽ ഇന്ന കരിയർ വേണമെന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിലോട്ടൊന്നും ഫോക്കസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഡിവൈൻ പരമായിട്ട് നിങ്ങളുടെ ലൈഫിൽ അങ്ങനത്തുള്ള ആൾക്കാർ വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനത്തെ ആൾക്കാർ വന്ന് നിങ്ങളെ ആ ഒരു സിറ്റുവേഷൻ, ആ ഒരു ലൂപ്പിൽ പെടുത്തി നിങ്ങളെ അതിലോട്ട് എത്തിക്കും എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. ഫസ്റ്റ് പേര് ചൂസ് ചെയ്ത ആൾക്കാരെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സ്വഭാവം, അല്ലെങ്കിൽ നിങ്ങളുടെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് കറൻ്റ്ലി ഒരു ബാലൻസ്ഡ് സിറ്റുവേഷനിലാണ് നിങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഇഷ്യൂസോ ഒന്നും ഇല്ലാത്തൊരു സിറ്റുവേഷനാണ് നിങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നതെങ്കിലും നിങ്ങൾക്ക് വരുന്ന ബോൺസ്, അതായത് നിങ്ങൾക്ക് വരുന്ന സ്ട്രെങ്ത് ആയിട്ടുള്ള ബോൺസുകളാണ്. അതായത് നിങ്ങളുടെ ലൈഫിൽ ഒരു വ്യക്തി നിങ്ങളെ പരിചയപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ലൈഫ് ലോങ് നിങ്ങളെ വിട്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വ്യക്തി നിങ്ങളുടെ ഫ്രണ്ട് തന്നെയാണ്. അത് കാരണം അത്രയും അധികം സ്ട്രെങ്ത് ആയിട്ടുള്ള ബോൺസ് നിങ്ങൾക്കുണ്ട്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഒരു ചെടി നട്ട് കഴിഞ്ഞാൽ ആ ചെടി പിഴുതിട്ട് അതിൻ്റെ വേരെ എങ്ങോട്ട് പോകുന്നൊന്നും ഒരിക്കലും നിങ്ങൾ നോക്കത്തില്ല. ആ ചെടി വളർന്ന് അതിൽ നിന്ന് കായ്ഫലങ്ങൾ കിട്ടുന്നു എന്ന് മാത്രമേ നിങ്ങൾ നോക്കത്തുള്ളൂ. അത് ചെകഞ്ഞു പോകുന്നൊരു വ്യക്തികളായിട്ട് അല്ലെങ്കിൽ രഹസ്യം തിരഞ്ഞു പോകുന്നൊരു വ്യക്തികളായിട്ട് കാണുന്നില്ല. വ്യക്തമായിട്ടുള്ള ഫോക്കസുള്ള വ്യക്തികളായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഭയങ്കരമായിട്ട് നിങ്ങളുടെ ലൈഫിനെ നിങ്ങൾക്ക് തന്നെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ടും പവർഫുൾ ആയിട്ടുള്ള വ്യക്തികളായിട്ടാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇൻറ്റ്യൂഷൻസ്, അതേപോലെ തന്നെ ഗൈഡൻസ്, അതുപോലെ തന്നെ യൂണിവേഴ്സലായിട്ടുള്ള നിങ്ങളുടെ ലൈഫിൽ വരേണ്ട ആൾക്കാർ, വരേണ്ട സോൾമേറ്റ്സുകൾ, കാർമിക്കായിട്ടുള്ള ബന്ധങ്ങളൊക്കെ ഈ ലൈഫിൽ തന്നെ നിങ്ങൾക്ക് വന്നു പോകുന്നതായിട്ടാണ് ഈ സമയത്ത് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു സമയം എന്ന് പറയുന്നത് ഇപ്പം നാട്ടിൽ നിന്നത് കാണുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിദേശത്തോട്ട് പോകാനുള്ള സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. വിദേശത്ത് നിന്ന് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂറോപ്യൻ കൺട്രീസിലോട്ട് അല്ലെങ്കിൽ എവിടെ നിന്നാണ് നിങ്ങൾ കാണുന്നത് നിങ്ങൾക്ക് അവിടെ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകാനുണ്ട്. നിങ്ങൾ ഒരു കിങ് ആയിട്ട് മാറണം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു രാജ്ഞിയായിട്ട്, ഒരു ക്യൂനായിട്ട് മാറുന്നൊരു സിറ്റുവേഷനിലോട്ട് നിങ്ങൾ കടന്നു പോകുന്നൊരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. നിങ്ങളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ ടോട്ടലി ചേഞ്ച് ആവും. എന്നിട്ട് നിങ്ങൾ പോലും വിചാരിക്കാത്തൊരു പൊസിഷനിലോട്ട് നിങ്ങൾ എത്തും എന്നുള്ളതാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഫ്യൂച്ചറിൽ നിങ്ങൾ പോകേണ്ട സിറ്റുവേഷൻസ് എഴുതപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫ് നിങ്ങൾ തീരുമാനിക്കുന്നതിന് പകരം നിങ്ങളുടെ സോൾ കൺട്രോൾ ചെയ്യുന്നുണ്ട് എന്നാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. വ്യക്തമായിട്ട് ഇവിടെ കാണാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഗൈഡൻസ് ഉണ്ട്. നിങ്ങൾ പോകുന്ന വഴികൾ, നിങ്ങൾ കാണേണ്ട വഴികൾ, അല്ലെങ്കിൽ നിങ്ങൾ കാണേണ്ട കാഴ്ചകൾ, നിങ്ങൾ അറിയേണ്ട കുറേയധികം സത്യങ്ങൾ, ഇതാണിപ്പോൾ നിങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നതായിട്ടാണ് ഈ സമയത്ത് കാണാൻ പറ്റുന്നത്. കാരണം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് എവിടെ നോക്കി ഭയങ്കരമായിട്ടുള്ള ബ്ലെസ്സിങ്സ് വരുന്നുണ്ട്. നിങ്ങൾക്ക് എവിടെ നോക്കി ഭയങ്കരമായിട്ടുള്ള വഴി തുറക്കപ്പെടുന്നുണ്ട്. പുതിയ പുതിയ വഴി തുറക്കുന്നുണ്ട്. സ്ട്രെങ്ത് ആയിട്ടുള്ള ആൾക്കാർ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത്. എത്ര വലിയ ആൾക്കാർ നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോയി കഴിഞ്ഞാലും അതിനേക്കാളും പവർഫുൾ ആയിട്ടുള്ള ആൾക്കാർ നിങ്ങളുടെ ലൈഫിലേക്ക് വരും എന്നാണ് പറയുന്നത്. ഒരു ലൂപ്പ് ക്രിയേറ്റഡ് ആക്കാൻ വേണ്ടിയിട്ട് കഴിവുള്ള ഒരു സോളായിട്ടാണ് കാണാൻ പറ്റുന്നത് നിങ്ങളെ സംബന്ധിച്ച്. ഫസ്റ്റ് പേര് ചൂസ് ചെയ്ത ആൾക്കാരെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ പർപ്പസ് എന്ന് പറയുന്നത് നിങ്ങളുടെ കഴിവ് കണ്ടെത്തുക, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സോൾമേറ്റ് കണ്ടെത്തുക. നിങ്ങളുടെ പർപ്പസ് എന്താണോ അത് നിങ്ങൾ വ്യക്തമായിട്ട് കണ്ടെത്തിയതിന് ശേഷം നിങ്ങളുടെ ലൂപ്പ് ക്രിയേറ്റഡ് ചെയ്തിട്ട് നിങ്ങൾ അതിലോട്ട് കയറുക എന്നുള്ളത് തന്നെയാണ് ഈ സമയത്ത് കാണാൻ പറ്റുന്നത്. നിങ്ങളെ സംബന്ധിച്ച് ഒരു പ്യൂറായിട്ടുള്ളൊരു ഹാർട്ടിനുടമയാണ്. സ്നേഹിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ച് ഭയങ്കരമായിട്ടൊരു സ്നേഹം വാരിക്കോരി ചൊരിയാൻ പറ്റുന്ന ആൾക്കാരായിട്ടാണ് കാണാൻ പറ്റുന്നത്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ലൈഫിലോട്ട് വന്നിട്ട് ഏതെങ്കിലും വ്യക്തി എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാം എഴുതി കൊടുക്കുന്ന ഒരാളായിട്ടാണ് കാണാൻ പറ്റുന്നത്. കാരണം അത്രത്തോളം സ്നേഹമാണ്, അത്രത്തോളം ജെനുവിൻ ആയിട്ടുള്ള വ്യക്തിയായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഡീപ്ലി നിങ്ങളെ സംബന്ധിച്ച് ഒരു വ്യക്തിയെ നിങ്ങൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തിക്ക് മനസ്സ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അതിന് മേളിൽ നിങ്ങൾക്കൊന്നുമില്ല. ആ ഒരു വ്യക്തി എങ്ങനെ പോയി കഴിഞ്ഞാലും എന്ത് സിറ്റുവേഷനിൽ പോയി കഴിഞ്ഞാലും നിങ്ങൾ സ്വീകരിക്കും. കാരണം നിങ്ങൾക്ക് അത്രത്തോളം നിങ്ങൾക്ക് പവർഫുള്ളായിട്ടൊരു മൈൻഡുണ്ട്, പവർഫുള്ളായിട്ടൊരു മനസ്സുള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഏതെങ്കിലും വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വന്ന് എന്തെങ്കിലും സിറ്റുവേഷനിലായിട്ട് തളർന്ന് നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ് നിങ്ങൾ ഉറപ്പായിട്ടും ആ വ്യക്തിയെ സഹായിക്കും. കാരണം നിങ്ങൾക്ക് അതിൻ്റെ വാല്യൂ അറിയാം, നിങ്ങൾ അനുഭവങ്ങൾ അനുഭവിച്ച് വന്ന വ്യക്തികളായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. കാരണം അത്രത്തോളം പവർഫുള്ളാണ് നിങ്ങളുടെ ഹാൻഡ്, അത്രത്തോളം പവർഫുള്ളാണ് നിങ്ങളുടെ സോൾ എന്നാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു സമയം എനിക്കിവിടെ കാണാൻ പറ്റുന്ന സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ ലൈഫിൽ എന്തെങ്കിലും നേടണം എന്ന് വിചാരിച്ച് യൂണിവേഴ്സിൻ്റെ അടുത്തൊരു മാനിഫെസ്റ്റേഷൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 100% അതിന് വേണ്ടിയിട്ടുള്ളൊരു വഴി യൂണിവേഴ്സ് തുറന്നു തരും. കാരണം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ യൂണിവേഴ്സ് എത്രയോ ജന്മാന്തരങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് യൂണിവേഴ്സ് കാത്തിരിക്കുകയാണ്. നിങ്ങൾ ഇവിടെ ജനിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ വിങ്സ് നിങ്ങൾ പറക്കാൻ വേണ്ടിയിട്ട്, നിങ്ങൾ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്, നിങ്ങൾ ആരാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഈ യൂണിവേഴ്സ് ഇന്നും നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ സത്യമായിട്ടുള്ളൊരു കാര്യം കാണിക്കാൻ പറ്റുന്നത്. വ്യക്തമായിട്ടിവിടെ കാണിക്കാൻ പറ്റുന്നതെന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഫയർ എനർജി എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഭയങ്കര കാമായിട്ടുള്ള ഒരാളാണ്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഭയങ്കരമായിട്ടും ഫെയിം ആഗ്രഹിക്കുന്നൊരു വ്യക്തിയാണ്. അതുപോലെ തന്നെ എന്താ പറയുക, അംഗീകാരം, റെക്കഗ്നൈസേഷൻ, റിവാർഡ് നിങ്ങൾ ആഗ്രഹിക്കുന്നൊരു വ്യക്തിയായിട്ടാണ് കാണാൻ പറ്റുന്നത്. കാരണം നിങ്ങളെ ഒന്ന് അംഗീകരിച്ചാൽ മാത്രം മതി. നിങ്ങളെ ഒരാൾ ജസ്റ്റ് ഒന്ന്
നോക്കി അപ്രിഷ്യേറ്റ് ചെയ്താൽ മാത്രം മതിയാവും നിങ്ങൾക്ക് ആ വ്യക്തിയുടെ അടുത്ത് ഒരു നിമിഷം നിങ്ങൾക്ക് ഒരു സ്നേഹം തോന്നാൻ വേണ്ടിയിട്ട്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ വേറൊരു മനുഷ്യനെയും ഒരു ക്യാരക്ടറിനെയും നോക്കി നിങ്ങൾ ജീവിക്കുന്ന ഒരു വ്യക്തിയായിട്ട് കാണാൻ പറ്റുന്നത്. നിങ്ങളുടെ ആഗ്രഹം, നിങ്ങളുടെ സോള്, നിങ്ങളുടെ പ്യുവറായിട്ടുള്ളൊരു ഹാർട്ട് മാത്രം നോക്കി നിങ്ങൾ ജീവിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വിങ്സ് ഉയർത്തി നിങ്ങൾ പറക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ഇൻറ്റ്യൂഷൻസും ഭയങ്കരമായിട്ടുള്ള കാഴ്ചകളും നിങ്ങളുടെ ലൈഫിൽ തരുമെന്നാണ് പറയുന്നത്. നിങ്ങളുടെ ലൈഫിൽ ഇന്ന് എന്തോ സാധനം മിസ്സിംഗ് ആയിട്ട് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ബട്ട് നിങ്ങളുടെ ലൈഫിൽ ആ ഒരു മിസ്സിംഗ് ആയിട്ടുള്ള സാധനം നിങ്ങളുടെ ലൈഫിൽ ഉടനെ തന്നെ തരും എന്നുള്ളതാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ആ ഒരു മിസ്സിംഗ് ആയിട്ടുള്ളൊരു ഫീലുള്ളൊരു സാധനം നിങ്ങൾ വെച്ചിട്ട് നിങ്ങൾ ഈ യൂണിവേഴ്സിനെ നോക്കാൻ പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഈ യൂണിവേഴ്സിനെ കാണാൻ പറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ളൊരു 5 ഡയമെൻഷൻ അല്ലെങ്കിൽ അദൃജ്ഞമായ ഉള്ളൊരു പവർ നിങ്ങളിലേക്ക് വരും എന്നുള്ളതാണ് കാണാൻ പറ്റുന്നത്. നിങ്ങളുടെ ലൈഫിൽ ഞാൻ നിങ്ങൾക്കൊരു ഗ്യാരണ്ടി തരാം. നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു ഡ്രീം കം ട്രൂ ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ യൂണിവേഴ്സ് അല്ലെങ്കിൽ ഈ ഒരു ഗ്രഹം, ഈ ഒരു ഭൂമി നിങ്ങൾക്കത് സാധിച്ചു തരാണ്ട് നിങ്ങളെ ഇവിടെ നിന്നും ഇറക്കി വിടില്ല എന്നുള്ള യൂണിവേഴ്സ് അൾട്ടിമേറ്റ്ലി ഗ്യാരണ്ടി തരുന്നുണ്ട്. നിങ്ങളുടെ അടുത്ത മൂൺ വേണ്ടിയിട്ട് ഈ യൂണിവേഴ്സ് കാത്തിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. നിങ്ങൾക്കൊരു സോൾമേറ്റ് ഉണ്ട്, നിങ്ങൾക്കൊരു ടിൻ ഫ്ലെയിം ജേണി അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ള വ്യക്തികൾ നിങ്ങളുടെ ലൈഫിലുള്ള വ്യക്തികളായിട്ടാണ് കാണാൻ പറ്റുന്ന ഫസ്റ്റ് ചൂസ് ചെയ്ത ആൾക്കാർ. അപ്പം ഈ ഒരു സമയം എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്, നിങ്ങളെ സംബന്ധിച്ച് ഫീലിംഗ് എലോൺ ആണ്. നിങ്ങൾ എലോണായിട്ട് നിൽക്കേണ്ട വ്യക്തികളാണ്. നിങ്ങൾ ഒറ്റയ്ക്ക് നിന്ന് പൊരുതേണ്ട വ്യക്തികളാണ്. നിങ്ങളുടെ ലൈഫിൽ കുറേയധികം ആൾക്കാർ നിങ്ങളെ തേടി ഇങ്ങോട്ട് വരേണ്ട വ്യക്തികളാണ്. നിങ്ങളൊരിക്കലും അങ്ങോട്ട് പോയി ഒരാളെ സ്നേഹിക്കേണ്ട വ്യക്തികളായിട്ട് കാണാൻ പറ്റുന്നത്, നിങ്ങളൊരു ഫാൻറ്റസി വേൾഡിൽ ജീവിക്കുന്ന ഒരു വ്യക്തികളായിട്ടാണ് കാണാൻ പറ്റുന്നത്. എന്താ പറയുക, ഒരു മെൻറ്റർ, നിങ്ങളെ ഒരു മെൻറ്ററാക്കിയ ആൾക്കാർ പോകണം എന്നുള്ളതാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. കാരണം നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ കയ്യിൽ എന്തോ ഒരു പവർ ഇരിപ്പുണ്ട്. ആ ഒരു പവർ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള എന്തൊക്കെ ഒരു പവറിൽ എത്തിപ്പെടാൻ പറ്റും. നിങ്ങൾക്ക് എന്തൊക്കെയോ ലൈഫിൽ നേടണം എന്നുള്ളൊരു സോളായിട്ടാണ് കാണാൻ പറ്റുന്നത്. നിങ്ങളുടെ സോൾ ഭയങ്കര പവർഫുള്ളായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഫസ്റ്റ് പോലെ ചൂസ് ചെയ്ത ആൾക്കാരെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ലൂപ്പ് ക്രിയേറ്റഡ് ആവുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്തൊക്കെ ഒരു ലൂപ്പ് ക്രിയേറ്റഡ് ആക്കിയിട്ട് അവിടെ നിന്ന് വർക്ക് ചെയ്യാൻ വേണ്ടി മാത്രം ഭയങ്കരമായിട്ടും പവർഫുള്ളൊരു വ്യക്തികളായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഈവൻ എനിക്ക് നിങ്ങളുടെ അടുത്ത് മെയിൻലി പറയാനുള്ളൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്, എന്തെങ്കിലും സ്റ്റക്കായിട്ടുള്ള സിറ്റുവേഷനിൽ പെട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് മൂവ് ഓൺ ആവാൻ വേണ്ടി നോക്കുക. എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷൻ വന്ന് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് മൂവ് ഓൺ ആയിട്ട് നിങ്ങളുടെ കാര്യം നോക്കി മാക്സിമം പോകാൻ വേണ്ടിയിട്ട് നോക്കുക. നിങ്ങളുടെ കയ്യിലൊരു പവറുണ്ട്. മേ ബി നിങ്ങളൊരു ഹീലർ ആയിരിക്കാം. നിങ്ങൾക്കൊരു പവറുണ്ട്. ഞാൻ പറയുന്നത് ജോലിയല്ല, കരിയറല്ല, ഫിനാൻസ് ഒന്നും ഞാൻ പറയുന്നില്ല. നിങ്ങളുടെ സോളിനൊരു പവർ ഉണ്ടായിരിക്കാം, നിങ്ങളുടെ ആത്മാവിൻ്റെ ഒരു പവർ ഉണ്ടായിരിക്കാം, നിങ്ങൾക്കൊരു പവർ ഉണ്ടായിരിക്കും. ആ ഒരു പവർ വെച്ചിട്ട് നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ലോകത്തുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഭൂമിയിലുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും. മേ ബി അതൊരു മാനിഫെസ്റ്റേഷൻ ആയിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഹീലിംഗ് പവറായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ആയിരിക്കാം. യെസ്, സീരിയസ്ലി ഞാൻ പറയുന്നത്, നിങ്ങളുടെ മനസ്സിൻ്റെ ഒരു വാല്യൂ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളെക്കാളും നിങ്ങൾക്ക് വാല്യൂ തരുന്ന ആൾക്കാരാണ് നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തികൾ. അതായത് നിങ്ങൾക്കൊരിക്കലും നിങ്ങളുടെ വാല്യൂ മനസ്സിലാകത്തില്ല. ഇപ്പം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോഴത്താണ് നിങ്ങൾക്ക് നിങ്ങളുടെ വാല്യൂ മനസ്സിലാവുന്നത്. നിങ്ങളുടെ ലൈഫിൽ കുറേ അധികം വ്യക്തികൾ കടന്നു വരും, കുറേ അധികം സിറ്റുവേഷനിലുള്ള ആൾക്കാർ കടന്നു വരും. ബട്ട് നിങ്ങളെ ഒരു തവണ സ്നേഹിച്ചിട്ടുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് നിങ്ങളിൽ നിന്നും ഒരിക്കലും പിഴിഞ്ഞു പോകാൻ പറ്റത്തില്ല എന്നുള്ളത് കാണാൻ പറ്റുന്ന. എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ഉണ്ടാകും, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകും, മനസ്സിന് തന്നെ പോറലുണ്ടാകും, ഒരു ട്രോമ ഇഷ്യൂസ് ഉണ്ടാകും. ബട്ട് ഒന്നും പറഞ്ഞ് രണ്ടിന് മനസ്സെടുത്ത് കൊടുക്കാൻ നിൽക്കരുത്. അങ്ങനെ കൊടുക്കുമ്പോഴത്തേക്കാണ് ഈ പറയുന്ന പ്രോബ്ലംസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഷെയർ യുവർ ലവ് കൊടുത്തോളൂ. ബട്ട് നമ്മുടെ ഹാർട്ട് തന്നെ എടുത്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പ്രോബ്ലമായിട്ട് മാറും എന്നുള്ള സിറ്റുവേഷനിലായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ മാക്സിമം നിങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളോ അങ്ങനത്തെ സിറ്റുവേഷൻസിലൊന്നും പോകാണ്ടിരിക്കുക. നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു സമയം നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ബെനിഫിറ്റ് ആയിട്ടൊരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഭയങ്കരമായിട്ട് ബെനിഫിറ്റ് ആയിട്ടുള്ളൊരു സോളായിട്ടാണ് കാണാൻ പറ്റുന്നത്. പ്യുവർ ആയിട്ടുള്ളൊരു സോളായിട്ടാണ് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ വരേണ്ട കാര്യങ്ങളും എത്തേണ്ട സിറ്റുവേഷൻസും ഒക്കെ നിങ്ങളുടെ ലൈഫിൽ വരും എന്നുള്ളതാണ് കാണാൻ പറ്റുന്നത്. ഓവറായിട്ട് ചിന്തിച്ച് കുളമാക്കണ്ട എന്നാണ് എനിക്കിപ്പോൾ നിങ്ങളടുത്ത് പറയാനുള്ളത്. അപ്പോൾ ഇതിന് പുറമെ ആർക്കെങ്കിലും പേഴ്സൺ റീഡിങ് താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുന്നതാണ്. അപ്പം നമുക്ക് സെക്കൻഡ് പൈലോട്ട് ചൂസ് ചെയ്ത ആൾക്കാരുടെ റീഡിങ്ങിലോട്ട് പോവാം. ഓക്കെ, അടുത്തതായിട്ട് സെക്കൻഡ് പൈൽ ചൂസ് ചെയ്ത ആൾക്കാരുടെ റീഡിംഗ് ആണ്. സെക്കൻഡ് പൈൽ ചൂസ് ചെയ്ത ആൾക്കാരുടെ റീഡിങ് നമുക്ക് നോക്കാം എന്താണ്. ഓക്കെ, നിങ്ങളെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വ്യക്തമായിട്ടുള്ള സ്ട്രെങ്ത് ഉള്ള ആൾക്കാരായിട്ടാണ് കാണാൻ പറ്റുന്ന. ഐ തിങ്ക് നിങ്ങൾക്കൊരു സോൾമേറ്റ്, ഒരു ടിൻ ഫ്ലെയിം ജേണി ഉള്ളൊരു വ്യക്തികളായിട്ടാണ് നിങ്ങളെ സംബന്ധിച്ച് കാണാൻ പറ്റുന്ന. കർമ്മ മേഖലകളിൽ കർമ്മപരമായിട്ടുള്ള സിറ്റുവേഷൻ നിങ്ങൾ എന്തിലാണോ നിങ്ങൾ കയറുന്നത് ആ ഒരു സ്ഥാപനത്തിൽ, അല്ലെങ്കിൽ എന്തിലാണോ നിങ്ങൾ 100% ആത്മാർത്ഥത കൊടുക്കുന്നത് അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് കുറേ അധികം ഫ്ലോപ്പ് ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. ബട്ട് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ ലൈഫിൽ വരുന്നൊരു സിറ്റുവേഷനായിട്ടാണ് കാണാൻ പറ്റുന്നത്. നിങ്ങളുടെ സ്ട്രെങ്ത്ത് എന്ന് പറയുന്നത് അമ്മ അച്ഛൻ ക്യാരക്ടർ. അതായത്
ഫെമിനിയൻ എനർജി അല്ല, മസ്കുലാർ എനർജി അല്ല, രണ്ടും ചേർന്നൊരു എനർജി ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. ഭയങ്കരമായിട്ടുള്ളൊരു സ്ട്രെങ്ത് ഉള്ള വ്യക്തികളായിട്ടാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ശത്രു ആരാണെന്ന് ഇവിടെ എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒറ്റ വാക്കി പറയാം, നിങ്ങളുടെ ശത്രു നിങ്ങളായിട്ട് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. കാരണം നിങ്ങളുടെ ലൈഫ് നശിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ തന്നെയാണ്. നിങ്ങളുടെ കുറേയധികം ചിന്താഗതികൾ, നിങ്ങളെ അതേ കുറേയധികം പൊസസീവ്നെസ്, നിങ്ങളുടെ കുറേയധികം പ്രശ്നങ്ങൾ കൊണ്ട് നിങ്ങൾ തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങളെ താഴ്ത്തി കിട്ടി എന്നുള്ളതാണ് ഇവിടെ വ്യക്തമായിട്ട് ഇവിടെ കാണിക്കുന്നത്. നിങ്ങളെ സംബന്ധിച്ച് എനിക്കിവിടെ മെയിൻലി പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരു വിത്തായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇതുവരെ നിങ്ങളുടെ ലൈഫിൽ എന്താണ് വേണ്ടതെന്ന് ഇതുവരെ നിങ്ങൾ തീരുമാനിച്ചിട്ടില്ല. അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു ഓപ്പോസിറ്റ് ക്യാരക്ടറുണ്ട്, ഒരു സോൾമേറ്റ് കണക്ഷൻ നിങ്ങളുടെ ലൈഫിലുണ്ട്. എന്തായാലും നിങ്ങളുടെ ലൈഫിൽ ഒരു സോൾമേറ്റ് കണക്ഷൻ ഉള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത്. ആ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വരുന്ന സമയം തൊട്ടാണ് നിങ്ങൾക്ക് ഭയങ്കരമായിട്ടും ബ്ലെസ്സിങ്സ്, അല്ലെങ്കിൽ ഒരു മാരേജ് ചെയ്യാത്ത വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു മാരേജ് ആവുന്ന സമയത്താണ്, അല്ലെങ്കിൽ ഏതോ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ കടന്ന് വരാനുണ്ട്. ഏതോ ഒരു ഹ്യൂമൻ ബീങ്, ഏതോ ഒരു എനർജി നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുമായിട്ട് ബോണ്ട് ചെയ്യേണ്ട ഒരു എനർജി നിങ്ങളുടെ ലൈഫിൽ വന്നു കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്കൊരു സക്സസ് ഉണ്ടത്. അതൊരു പാർട്ട്ണർഷിപ്പ് ബന്ധമായിരിക്കാം, ഒരു ഫ്രണ്ട് ആയിരിക്കാം, ഒരു ഫാമിലി റിലേറ്റീവ്സ് ആയിരിക്കാം, അതൊരു നിങ്ങളുടെ മകനായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ മകളായിരിക്കാം, അല്ലെങ്കിൽ ഇനി ജനിക്കാൻ പോകുന്ന കൊച്ചായിരിക്കാം. അപ്പം ആ ഒരു എനർജി നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ബ്ലെസ്സിങ്സ് ഉണ്ടാവത്തുള്ളൂ എന്നാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഐ തിങ്ക് എനിക്ക് കാണാൻ പറ്റുന്ന കുറേ അധികം ആൾക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ നിൽക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ പുതിയ തലമുറയിൽപ്പെട്ട കുറച്ചധികം ആൾക്കാരെ നിങ്ങളുടെ ലൈഫിലേക്ക് വരണം എന്നുള്ളതാണ് കാണാൻ പറ്റുന്നത്. ഒരു ന്യൂ ജനറേഷൻ, അതായത് വളർന്ന് ഐ തിങ്ക് എനിക്ക് തോന്നുന്നു ഒരു കൊച്ചുണ്ടാവുകയോ അങ്ങനത്തെ എന്തോ സംതിങ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു സംഭവം ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, അപ്പം ഈ ഒരു സമയം നിങ്ങളെ സംബന്ധിച്ച് എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ള കാര്യം, നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ളൊരു സ്ട്രെങ്ത് ഉണ്ട്. നിങ്ങളുടെ കർമ്മ തീരുമാനിക്കുന്നത് നിങ്ങൾ തന്നെയാണ്. വേറൊരാൾ വന്ന് നിങ്ങളെ കർമ്മ തീരുമാനിക്കാൻ നിങ്ങൾ അതിന് വേണ്ടി, അല്ലെങ്കിൽ നിങ്ങളുടെ സോൾ അതിന് വേണ്ടി നിന്ന് കൊടുക്കത്തില്ല. പവർഫുള്ളായിട്ടുള്ള സോളാണ്, ഹാഫാണ്. അതായത് അച്ഛൻ്റെ പകുതി ക്യാരക്ടർ, അമ്മയുടെ പകുതി ക്യാരക്ടർ, ഇത് രണ്ടുമാണ് നിങ്ങളുടെ സ്വഭാവം. അല്ലാണ്ട് അച്ഛൻ്റെ ഫുൾ ക്യാരക്ടർ, അമ്മയുടെ ഫുൾ ക്യാരക്ടർ, അങ്ങനത്തെ ഒരു ക്യാരക്ടറായിട്ടില്ല. രണ്ടും മാറി മാറിയിട്ടുള്ള ക്യാരക്ടറായിട്ടാണ് കാണാൻ പറ്റുന്നത്. നിങ്ങളൊരു ഹീലറാണ്. ഓഫ് കോഴ്സ് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള പ്ലാനുണ്ട് നിങ്ങളുടെ ലൈഫിൽ എന്താണ് വേണ്ടത്, ഏതാണ് വേണ്ടത്. ബട്ട് അതെടുത്ത് വെച്ച് യൂസ് ചെയ്യാൻ അറിയാത്ത പക്ഷം നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഇങ്ങനെ എനർജി ലോസ് ആയിക്കൊണ്ടിരിക്കും. എനർജി ഊറ്റിയെടുത്തുകൊണ്ട് പോകുന്നൊരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഭയങ്കര പെയിൻഫുൾ ആവുന്നുണ്ട്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഭയങ്കരമായിട്ട് വിഷമിക്കുന്നുണ്ട്. ബട്ട് നിങ്ങളെ തടങ്കലിലിടുന്ന ആരാണ്? നിങ്ങൾ തന്നെയാണ് നിങ്ങളെ തടങ്കലിലിട്ട് നിങ്ങളുടെ ഓരോ ചിന്താഗതി, നിങ്ങളുടെ ഓരോ സിറ്റുവേഷൻസ് അനുസരിച്ച് നിങ്ങളിങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളെ വിധിയെ എതിർത്ത് പോകാൻ വേണ്ടി നിങ്ങൾ നിൽക്കത്തില്ല. അതിനനുസരിച്ച് പോകുന്നൊരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഫസ്റ്റ് പേയിൽ ചൂസ് ചെയ്ത ആൾക്കാരെ വെച്ച് സെക്കൻഡ് പേയിൽ ചൂസ് ചെയ്ത ആൾക്കാരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് കുറേ അധികം പാനിക് ആയിട്ടുള്ള ഇഷ്യൂസ്, കുറേ അധികം അനുഭവങ്ങൾ, ട്രോമാപരമായിട്ടുള്ള കുറേ അധികം സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായതുകൊണ്ട് തന്നെ, കൊച്ചിലെ നിങ്ങൾ കുറേ അധികം പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ട് തന്നെ അതൊന്നും നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഇതും വിട്ട് മാറിയിട്ടില്ല എന്നുള്ളതാണ് കാണാൻ പറ്റുന്നത്. ബട്ട് കറൻ്റ്ലി ഏതൊക്കെയോ വ്യക്തികൾ നിങ്ങളുടെ ലൈഫിൽ കർമ്മ ജനറേറ്റുള്ള കാര്യങ്ങൾ തീർക്കാൻ വേണ്ടി നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട്. ഏതൊക്കെയോ വ്യക്തികൾ നിങ്ങളുടെ ലൈഫിൽ ഒരു ട്വിൻ ഫ്ലെയിം ജേർണി, സോൾമേറ്റ് കണക്ഷൻ നിങ്ങളുടെ ലൈഫിൽ വന്നിട്ട് മേ ബി നിങ്ങളെക്കാളും ഏജ് കുറഞ്ഞ ആൾക്കാരായിരിക്കാം കേട്ടോ. അതായത് നിങ്ങൾക്കിപ്പോൾ ഒരു 50 വയസ്സുണ്ടെന്നുണ്ടെങ്കിൽ ആൾക്കിപ്പോൾ ഒരു 20, 30, ഒരു 10 വയസ്സ് അങ്ങനത്തുള്ള ആൾക്കാരായാലും വരും നിങ്ങളുടെ ലൈഫിൽ വന്ന് കർമാജനറായിട്ടുള്ള കാര്യങ്ങൾ തീർത്തിട്ട് പോകാൻ. അങ്ങനത്തുള്ള ആൾക്കാരായാലും മതി എന്നുള്ളതാണ് കാണിക്കാൻ പറ്റുന്നത്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ കുറേ അധികം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ തളർന്നു, നിങ്ങൾ ഭയങ്കരമായിട്ട് ഡൗൺ സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. നിങ്ങൾക്കിനി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ബട്ട് നിങ്ങളുടെ സോൾ എന്ന് പറയുന്നത് ഭയങ്കര പവർഫുള്ളായിട്ടാണ് കാണിക്കുന്നത്. നിങ്ങളുടെ സോൾ നിങ്ങളിങ്ങനെ ഇട്ടിങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എന്ത് ചെയ്യേണ്ട, നിങ്ങൾക്കൊന്നും പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സോൾ ഓരോ സ്ഥലത്ത് കൊണ്ടുപോകും, ഓരോ സിറ്റുവേഷൻ കൊണ്ടുപോകും. ബട്ട് ഇതിൻ്റെയൊക്കെ ഒരു ആഫ്റ്റർ, അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ ഒരു ഫ്യൂച്ചർ എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് കുറേ അധികം ബ്ലെസ്സിങ്സ് ആണ് വരുന്നത്. കുറേ അധികം അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് വരുന്നുണ്ട്. നിങ്ങൾ കുറേ അധികം നന്മകൾ ചെയ്യുന്ന വ്യക്തികളായിട്ടാണ് കാണാൻ പറ്റുന്നത്. കുറേ അധികം ആൾക്കാർക്ക് ഓപ്പർച്യൂണിറ്റി ചെയ്യുന്ന ആളായിട്ടാണ് കാണാൻ പറ്റുന്നത്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ കിരീടം വയ്ക്കേണ്ട ഒരു അവകാശിയായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. എന്തിൻ്റെയൊക്കെ ഒരു കിങ്, എന്തിൻ്റെയൊക്കെ ഒരു പവർ, എന്തിൻ്റെയൊക്കെ ഒരു സ്ട്രെങ്ത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ളൊരു സ്ട്രെങ്ത് ഉള്ളൊരു വ്യക്തിയായിട്ടാണ് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൂപ്പ് നിങ്ങൾക്ക് സ്വന്തമായിട്ടും ക്രിയേറ്റ് ചെയ്യാം. നിങ്ങൾ ഒരു മൈൻഡ് ഉപയോഗിച്ച് കളിക്കുന്ന ഒരു വ്യക്തികളായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഒരു ടാറോ കാർഡ് റീഡർ, ഒരു ഹീലർ, ഒരു പ്രാണിക് ഹീലർ, അങ്ങനത്തുള്ള എന്തെങ്കിലും സെക്ഷനിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് ഭയങ്കരമായിട്ടുള്ള ബ്ലെസ്സിങ്സ് നിങ്ങളുടെ ലൈഫിൽ വരും എന്നുള്ളതാണ് എനിക്ക് ഈ സമയത്ത് കാണാൻ പറ്റുന്നത്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ, നല്ല നല്ല കാര്യങ്ങൾ മുന്നേ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചറിൽ അതിനുള്ളൊരു സ്ട്രെങ്ത്, അതിനുള്ള കാര്യങ്ങൾ, അതിനുള്ള ബ്ലെസ്സിങ്സ് ഒക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ച് വരുന്നു എന്നുള്ളതാണ് കാണാൻ പറ്റുന്നത്. നിങ്ങളുടെ സോൾ ഭയങ്കര പവർഫുള്ളാണ്. ബട്ട് നിങ്ങളുടെ മനസ്സ്, നിങ്ങളുടെ എനർജി, നിങ്ങളുടെ ചിന്തകളൊക്കെ അതിനനുസരിച്ച് പോകുന്നില്ല എന്നുള്ളതാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഓക്കെ, നിങ്ങളെ സംബന്ധിച്ച് എനിക്കിവിടെ പറയാനുള്ളൊരു ക്യാരക്ടർ എന്ന് പറയുമ്പോഴത്തേക്കും
വ്യക്തമായിട്ടുള്ള പൊസിഷനുണ്ട്. ഒരു എംപറർ കാർഡാണ്. അതായത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്കൊരു രാജ്യമുണ്ട്. ആ നാട്ടിൽ ആരും ഇല്ല എന്നുള്ളതാണ് കാണാൻ പറ്റുന്നത്. നിങ്ങൾക്കൊരു രാജ്യമുണ്ട്, ബട്ട് ആ രാജ്യം നിങ്ങൾക്ക് എങ്ങനെ നോക്കി നടത്തണം, അവിടെ എന്താണ് വേണ്ടതെന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയില്ല എന്നുള്ളതാണ് കാണാൻ പറ്റുന്നത്. ബട്ട് നിങ്ങളൊരു കിങ് മേക്കറാണ്. നിങ്ങൾക്ക് എങ്ങനെ കളിക്കണം, ആരെ രാജാവാക്കണം, എന്താണ് എൻ്റെ ലൈഫിൽ വേണ്ടത് എന്നൊക്കെ വ്യക്തമായിട്ട് അറിയാം. ബട്ട് അതിൻ്റെ ഒരു ലാസ്റ്റ് സിറ്റുവേഷൻ വന്ന് നിൽക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഒരു വല്ലാത്തൊരു ഒരു നെഗറ്റീവ് സിറ്റുവേഷനിൽ പോകുന്ന ഒരു ടൈമായിട്ടാണ് കാണാൻ പറ്റുന്നത് നിങ്ങളെ സംബന്ധിച്ച്. വ്യക്തമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു സമയം നിങ്ങളുടെ ലൈഫിൽ ഒരു എന്താ പറയുക, നിങ്ങളുടെ ഒരു ലൂപ്പ് ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് നിങ്ങൾ തന്നെയായിട്ടാണ് ഈ ഒരു സമയത്ത് ഇവിടെ കാണാൻ പറ്റുന്നത്. കാരണം ഒരു ഭയങ്കര ഹാപ്പിനെസ്, നിങ്ങളുടെ സോൾ ഭയങ്കരമായിട്ടൊരു ഹാപ്പിനെസ് ആവശ്യപ്പെടുന്നുണ്ട്. നിങ്ങളുടെ സോൾ ഭയങ്കരമായിട്ടുള്ളൊരു ഫ്രീഡം ആവശ്യപ്പെടുന്നുണ്ട്. അത് നിങ്ങളുടെ അടുത്ത് പറയാണ്ടിരിക്കുന്നതാണോ, അല്ലെങ്കിൽ ഒരു ട്രാവൽ, അല്ലെങ്കിൽ ഈ ഒരു സമയം ഒരു പീസ് ഓഫ് മൈൻഡ്, ഒരു ഹീലിംഗ്, ഒരു മെഡിറ്റേഷൻ, അതൊക്കെ നിങ്ങളുടെ സോൾ ഭയങ്കരമായിട്ടും ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾ നിൽക്കുന്നൊരു സ്ട്രെസ് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നു, നിങ്ങൾ ആ സ്ട്രെസ് സിറ്റുവേഷനിൽ കുറച്ചധികം മാറി ഒരു ട്രാവലിങ്ങോ അങ്ങനത്തെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ സോളിനെ കൊണ്ട് നിങ്ങളുടെ സോളിന്, നിങ്ങളുടെ ആ ഒരു ആത്മാവിനെ നിങ്ങൾക്ക് എന്താ പറയുക, അതിനൊന്ന് ഫ്രീഡം ആക്കി കൊടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അത് മാക്സിമം നിങ്ങൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ളൊരു സക്സസ് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങളുടെ സോൾ തരും എന്നിവിടെ വ്യക്തമായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ സോളിനെ നിങ്ങൾ കംഫർട്ടായിട്ടുള്ളൊരു സിറ്റുവേഷൻ കൊണ്ടിരുത്തു പ്ലീസ്. അപ്പം ഈ ഒരു സമയത്ത് നിങ്ങളുടെ സോള് കാണിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ സോൾ ഇവിടെ കാണിക്കുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സോൾ ഭയങ്കരമായിട്ടും ഹാപ്പിനെസ് ആയിട്ടുള്ള, കംഫർട്ട് സോണിൽ ഭയങ്കരമായിട്ടും എൻജോയ്മെൻറ്റ് ചെയ്യുന്നൊരു, അതല്ലെങ്കിൽ ഭയങ്കര പീസ് ഓഫ് മൈൻഡ്, ഒറ്റക്കാലിൽ നിന്ന് ആഗ്രഹങ്ങളെല്ലാം നേടിയെടുക്കാൻ പറ്റുന്നൊരു സോളായിട്ടാണ് കാണിക്കുന്നത്. ബട്ട് അങ്ങനെ ചെയ്യണമെന്ന് ഒരു കുതിച്ച് പാറിപ്പൊങ്ങി നടക്കുന്നൊരു സോളായിട്ടാണ് കാണാൻ പറ്റുന്നത്. അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സോളിനെ നിങ്ങൾ ഫ്രീ ആക്കി വിടണം. അങ്ങനെ ഫ്രീ ആക്കി വിടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രീ ആണ്. നിങ്ങളുടെ സ്ട്രെസ് ആയിട്ടുള്ള ഇഷ്യൂസ്, നിങ്ങളുടെ കരിയർ, നിങ്ങളുടെ ഫിനാൻസ്, അതൊക്കെ കുറച്ച് നാളത്തേക്ക് അല്ലെങ്കിൽ കുറച്ച് ദിവസത്തേക്കൊന്നും അല്ലെങ്കിൽ കുറച്ച് സമയത്തേക്കൊന്നും മാറ്റി നിർത്തി നിങ്ങൾക്ക് നിങ്ങളുടെ സോളിന് വേണ്ടി കുറച്ച് ടൈം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സോൾ ഭയങ്കരമായിട്ടും അവൈക്കനിങ്, ഭയങ്കരമായിട്ടും പീസ് ഓഫ് മൈൻഡിൽ നിങ്ങൾക്കും കുറേയധികം ആശ്വാസം കിട്ടും എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. നോക്കട്ടെ, നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ലൈഫിൽ വരുന്ന ഇഷ്യൂസ്, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ വരുന്ന സിറ്റുവേഷൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മേ ബി ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂസായിട്ട് ഏതെങ്കിലും വ്യക്തി വന്നു കഴിഞ്ഞാൽ പിന്നെ അയാളുടെ കാര്യം തീരുമാനമായിട്ടാണ് നിങ്ങൾ വിടുന്നത്. കാരണം അത്രത്തോളം വാശിയും കാര്യങ്ങളും ഉള്ള ആൾക്കാരായിട്ടാണ് കാണാൻ പറ്റുന്നത്. അത്രത്തോളം നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ ആയിട്ട്, ഏതെങ്കിലും ഒരു സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിൽ കുറേയധികം നിങ്ങളെ വ്യക്തമായിട്ട് അറിയാവുന്ന ആൾക്കാർ നിങ്ങളുടെ അടുത്ത് വന്ന് ഉടക്കാനോ, നിങ്ങളുടെ വ്യക്തമായിട്ട് അറിയാവുന്ന ആൾക്കാർ നിങ്ങളുടെ അടുത്ത് ഒന്നിനും പ്രശ്നത്തിന് വരത്തില്ല. നിങ്ങൾ അങ്ങോട്ട് ഒന്നിനും പോകാത്ത വ്യക്തികളാണ്. നിങ്ങൾ അങ്ങോട്ട് ഒരു പ്രശ്നത്തിനും പോകത്തില്ല. നിങ്ങൾ അങ്ങോട്ട് ഒരു സിറ്റുവേഷനും പോകാത്ത വ്യക്തികളാണ്. വ്യക്തമായ പ്ലാനും കാര്യങ്ങളും എല്ലാം ജീവിതത്തിൽ എങ്ങനെ ജീവിക്കണം എന്നൊക്കെ അറിയാവുന്ന വ്യക്തികളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അടുത്ത് ഇങ്ങോട്ടും ആരും വരാറില്ല. നിങ്ങൾ അറിയാവുന്ന ആൾക്കാരൊന്നും നിങ്ങളുടെ അടുത്ത് ഇങ്ങോട്ട് വരാറില്ല. നിങ്ങളെ പറ്റി അറിയാത്ത ആരെങ്കിലും നിങ്ങളുടെ അടുത്തോട്ട് വന്ന് നിങ്ങൾ എന്തെങ്കിലും ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ അവരുടെ കാര്യം തീരുമാനമായി എന്നുള്ളത് ഇവിടെ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. കാരണം നിങ്ങൾ അവിടെ ഒരു കയറ് കെട്ടി അവരെ ഇടും. അത്രത്തോളം പവർഫുള്ളാണ് നിങ്ങളുടെ സോളും, അത്രത്തോളം വാശിയാണ് നിങ്ങളുടെ സോള്, അത്രത്തോളം ഒരു പവർഫുള്ളാണ്. കാരണം നിങ്ങൾക്ക് അത്രത്തോളം പവറുണ്ട് നിങ്ങളുടെ ലൈഫിലോട്ട്. നിങ്ങളേതെങ്കിലും വ്യക്തി കപടമായിട്ട് സ്നേഹിക്കുന്നതാണോ, കപടമായിട്ട് സംസാരിക്കുന്നതാണോ, അതൊക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റും. കാരണം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഇൻറ്റ്യൂഷൻസ് ഉണ്ട്, വ്യക്തമായിട്ടുള്ള പ്ലാനുണ്ട്, എന്താണ് വേണ്ടത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. നിങ്ങളുടെ ലൈഫിന് പണത്തിനോ കാര്യത്തിനോ ഒന്നിനും നിങ്ങൾക്കൊരു ദാരിദ്ര്യം വരത്തില്ല. എത്ര ദാരിദ്ര്യാവസ്ഥയിലായാലും നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ എപ്പോഴെങ്കിലും ഒരു കുറച്ച് എമൗണ്ട് നിങ്ങളുടെ കയ്യിൽ കാണും. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ സൂക്ഷിച്ച് വയ്ക്കും. ഫിക്സഡ് ആയിട്ട് കുറച്ച് എമൗണ്ട് നിങ്ങൾ മാറ്റി വയ്ക്കും. അതുപോലെ തന്നെ കുറച്ച് ഫ്യൂച്ചറിലത്തേക്ക് നിങ്ങൾക്ക് ഓർമ്മ ഉള്ളത് കൊണ്ട് തന്നെ, ഫ്യൂച്ചർ എന്താണെന്ന് അറിയാമെന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ ഫ്യൂച്ചറിലത്തേക്കുള്ള കുറച്ചധികം എമൗണ്ട് മാറ്റി വയ്ക്കും എന്നുള്ളതാണ് കാണുന്നത്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ലൈഫിൽ വരുന്നൊരു വേറൊരു ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറേ അധികം പ്രശ്നങ്ങൾ അപ്പുറത്തും ഇപ്പുറത്തും നടന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആ പ്രശ്നത്തിന് ഒന്നും ഇടപെടാൻ പോകത്തില്ല. അതൊന്നും നിങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളല്ല. മേ ബി നിങ്ങളെക്കുറിച്ചായിരിക്കും അവിടെ നടക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ പേരിലായിരിക്കും അവിടെ പ്രശ്നങ്ങൾ നടക്കുന്നത്. നിങ്ങൾ ചെന്നുണ്ടാക്കിയ വള്ളിയായിരിക്കാം അത്. ബട്ട് നിങ്ങൾക്ക് അവിടെ ഒരു പ്രശ്നവും വരുത്തത്തില്ല. കാരണം നിങ്ങൾക്ക് അവിടെ ഒരു ഏഞ്ചൽ ഗൈഡൻസ് ഉണ്ട്. നിങ്ങൾ അവിടെ നിന്നും ഒക്കെ രക്ഷിച്ചതിന് പോയതിന് ശേഷം ആ അടി നിങ്ങൾ കണ്ടുകൊണ്ട് മാത്രം ഇരുന്നാൽ മതി. എന്തെങ്കിലും ഒരു ഇഷ്യൂസ് അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ അതിന് വ്യക്തമായിട്ടുള്ള സൊല്യൂഷൻസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകും എന്നുള്ളതാണ് നിങ്ങളുടെ സോൾ നിങ്ങൾക്ക് ഇവിടെ തരുന്ന വ്യക്തമായിട്ടുള്ള ഒരു ഗൈഡൻസേ. അപ്പം നിങ്ങളെ സംബന്ധിച്ച് ഓക്കെ, ഓക്കെ, നിങ്ങളെ സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കരമായിട്ടും നിങ്ങൾ എന്തും വിട്ടുകൊടുക്കും.
നിങ്ങൾ എന്ത് സിറ്റുവേഷനിലും നിങ്ങൾ എന്ത് വേണമെങ്കിലും നിങ്ങൾ തരണം ചെയ്യാൻ കഴിവുള്ള വ്യക്തികളായിട്ടാണ് കാണാൻ പറ്റുന്നത്. നിങ്ങൾ എവിടെ കൊണ്ടിട്ടാലും നിങ്ങൾ അവിടെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ പറ്റിയ വ്യക്തമായിട്ടും നിങ്ങളെ ലീഡ് ചെയ്ത് കൊണ്ടുപോകുന്നൊരു പവർ നിങ്ങളുടെ അടുത്തുള്ള വ്യക്തികളായിട്ടാണ് കാണാൻ പറ്റുന്നത്. നിങ്ങൾ ഭയങ്കരമായിട്ടും വിഷമിച്ച് നിൽക്കുന്ന സിറ്റുവേഷൻസിലായാലും, നിങ്ങൾ എല്ലാം ഡിറ്റാച്ച് ചെയ്ത് നിൽക്കുന്ന സിറ്റുവേഷനിലായാലും, നിങ്ങൾ ആരെയും ഒന്നും ഉപദ്രവിക്കാൻ വേണ്ടി നിൽക്കാത്ത വ്യക്തികളായിട്ടാണ് കാണാൻ പറ്റുന്നത്. നിങ്ങളുടെ ലൈഫിൽ നിന്നും പോയി കഴിഞ്ഞാൽ നിങ്ങൾ അതിനുവേണ്ടി വിഷമിച്ച് നിൽക്കുന്ന വ്യക്തികളായിട്ടാണ് കാണാൻ പറ്റുന്നത്. ബട്ട് അതിനുവേണ്ടി ഒരു റിവെഞ്ച് എന്നുള്ളൊരു സിറ്റുവേഷനിൽ നിങ്ങളുടെ സോൾ ചെയ്താൽ പോലും നിങ്ങളത് ചെയ്യാൻ ഉള്ളൊരു മൈൻഡ് നിങ്ങൾക്ക് ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് ഇവിടെ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നത്. നിങ്ങൾ കുറേ അധികം ആൾക്കാരെ സംബന്ധിച്ച് നിങ്ങളൊരു ജെനുവിൻ ക്യാരക്ടറാണ്, ബട്ട് നിങ്ങളുടെ ഉള്ളിലൊരു കള്ളത്തരം ഉണ്ടെങ്കിൽ പോലും ഒരു ജെനുവിൻ ആയിട്ടുള്ള ക്യാരക്ടറായിട്ട് നിങ്ങൾ മാറുന്നു എന്നുള്ള കാണാൻ പറ്റുന്നത്. നിങ്ങളിൽ നിന്നൊരു വ്യക്തി ഡിറ്റാച്ച്ഡ് ആയി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പെയിൻ ഉണ്ടാകുന്നുണ്ട്, നിങ്ങൾക്ക് വിഷമം ഉണ്ടാകുന്നുണ്ടെങ്കിലും പോലും ആ ഒരു സിറ്റുവേഷൻ വ്യക്തമായി നിങ്ങൾക്ക് ഹീൽ ചെയ്ത് പോകാൻ, അല്ലെങ്കിൽ ആ ഒരു പവർ, ആ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ നിന്നും നിങ്ങൾക്ക് എടുത്ത് കളയാൻ വിത്തിൻ ഒരു സെക്കൻഡ് മാത്രം മതിയാവും എന്നുള്ളതാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു ഡിപ്രഷൻ സ്റ്റേജ് കഴിഞ്ഞ വ്യക്തികളായിരിക്കാം, ഒരു പ്രശ്നങ്ങൾ ഭയങ്കരമായിട്ട് നിങ്ങളുടെ ലൈഫിൽ കുറേയധികം അനുഭവങ്ങൾ, കുറേയധികം സിറ്റുവേഷൻസ്, കുറേയധികം ട്രോമാസ് നിങ്ങളുടെ ലൈഫിൽ നിന്നും, കുറേയധികം മാനസികപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ നിന്നും തരണം ചെയ്ത് വന്ന വ്യക്തികളായിട്ടാണ് ഈ ഒരു സമയത്ത് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ കുറേയധികം ആൾക്കാർ വരാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ കുറേയധികം ആൾക്കാർ നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആയിട്ട് പോകാൻ ചാൻസ് ഉണ്ട്. ബട്ട് നിങ്ങളെ കുറേയധികം ആൾക്കാർ കാണുന്നത്, നിങ്ങളുടെ അടുത്ത് കുറേയധികം ആൾക്കാരൊന്നും വന്ന് സംസാരിക്കാനോ അല്ലെങ്കിൽ നിങ്ങൾ ഒറ്റപ്പെട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്ന കുറച്ചധികം വ്യക്തികളായിട്ടാണ് കാണാൻ പറ്റുന്നത്. എല്ലാം നിങ്ങൾക്ക് ഡിറ്റാച്ച്ഡ് ആണ്. നിങ്ങളുടെ ലൈഫിൽ ഒന്നും ഇനി വേണ്ട, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ഹീൽ ചെയ്ത്, അല്ലെങ്കിൽ എല്ലാ കാര്യവും നിങ്ങളുടെ ലൈഫിൽ നിന്നും എടുത്ത് കളയാൻ വേണ്ടി അറിയാമെന്നുള്ള ആൾക്കാരായിട്ടാണ് കാണാൻ പറ്റുന്നത്. കാരണം അത്രത്തോളം പവർഫുള്ളായിട്ടുള്ള, അത്രത്തോളം ഹീലിംഗ് പവറുള്ള വ്യക്തികളായിട്ടാണ് കാണാൻ പറ്റുന്നത്. എന്ത് ചങ്ങലയിട്ട് നിങ്ങളെ പിടിച്ചു കഴിഞ്ഞാലും നിങ്ങൾ അതിൽ നിന്നൊക്കെ നിങ്ങളെ പൊട്ടിച്ച് നിങ്ങൾ ഊരി പോകും എന്നുള്ളൊരു സിറ്റുവേഷനിൽ നിങ്ങൾ അത്രത്തോളം പവർഫുള്ളായിട്ടാണ് കാണാൻ പറ്റുന്നത്. ആരോഗ്യപരമായിട്ടുള്ള മേഖലകളിൽ എനിക്കിവിടെ പറയാനുള്ളത്, അത് നിങ്ങൾ മെയിൻലി സൂക്ഷിക്കണം. ആരോഗ്യപരമായിട്ട് വയറ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളെന്നുണ്ടെങ്കിൽ, ആരോഗ്യപരമായിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ മാക്സിമം സൂക്ഷിക്കണം എന്നുള്ളതാണ് കാണാൻ പറ്റുന്നത്. കാരണം അതിനായിരിക്കണം നിങ്ങൾ മുൻതൂക്കം കൊടുക്കേണ്ടത് ഈ സമയത്ത്. നമ്പർ 1 പൈൽ അതായിട്ടാണ് കാണാൻ പറ്റുന്നത്. അല്ലെങ്കിൽ നമ്പർ 2 പൈലിൽ മെയിൻ നിങ്ങൾക്ക് ഫസ്റ്റ് കാണാൻ പറ്റുന്നത് അത് തന്നെയാണ്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്ത് ആഗ്രഹിച്ചു കഴിഞ്ഞാലും, എന്ത് സിറ്റുവേഷൻ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും, ഒരു ടൈം കഴിയുന്ന സമയത്ത്, ചെറുപ്രായത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളായാലും നിങ്ങൾക്ക് ഒരു ടൈമിലാകുമ്പോഴത്തേക്കും നിങ്ങളുടെ ലൈഫിലോട്ട് അത് അട്രാക്റ്റഡ് ആവും. കാരണം അത്രത്തോളം മാനിഫെസ്റ്റേഷൻ പവറുള്ളൊരു സോൾ, അല്ലെങ്കിൽ അത്രത്തോളം മാനിഫെസ്റ്റേഷൻ പവറുള്ളൊരു എനർജി നിങ്ങളുടെ ലൈഫിലോട്ട് അട്രാക്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയും എന്നുള്ളതാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. മേ ബി നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളൊരു ഹീലറോ ടാറോ കാർഡ് റീഡറോ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് ഒരു മാനിഫെസ്റ്റേഷൻ ട്രിക്ക് അറിയാന്നുള്ള വ്യക്തിയോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു പ്രാണിക് ഹീലറോ ഒക്കെ ആയി മാറാനുള്ളൊരു ചാൻസ് ഉള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത്. നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെയോ ഒരു ഡാർക്കായിട്ടുള്ള ഫിയർ നിങ്ങളുടെ ലൈഫിലുണ്ട്. അങ്ങനത്തെ എന്തെങ്കിലും ഫിയർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾ അൺലോക്ക് ചെയ്ത് കളയണം എന്നുള്ളതാണ് ഈ സമയത്ത് എനിക്കിവിടെ നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. എന്തൊക്കെയോ ഫിയർ ഉണ്ട്. എന്തൊക്കെയോ ഫിയർ എന്ന് പറയുമ്പോഴത്തേക്കും മേ ബി എന്തെങ്കിലും പേടിയായിരിക്കാം, വെള്ളം പേടിയായിരിക്കാം, അല്ലെങ്കിൽ തീ പേടിയായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിരിക്കുമല്ലോ. നിങ്ങളുടെ ലൈഫിൽ എന്തോ ഒരു ഇൻസിഡൻറ്റ് നിങ്ങൾക്ക് വന്നിട്ടുണ്ട്, ഒരു ട്രോമാപരമായിട്ടുള്ള പ്രശ്നം നിങ്ങളുടെ ലൈഫിലുണ്ട്. അങ്ങനത്തെ എന്തെങ്കിലും നിങ്ങളുടെ ലൈഫിലുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതൊക്കെ മാറ്റി ആ ഒരു ഫിയറും കാര്യങ്ങളും പേടിയും ഒക്കെ നിങ്ങളുടെ മൈൻഡിൽ നിന്നും ഹീൽ ചെയ്ത് കളഞ്ഞതിന് ശേഷം, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അങ്ങനത്തുള്ള സിറ്റുവേഷൻസൊക്കെ നിങ്ങൾ ഈ പറഞ്ഞ കണ്ടോ ഹീലിംഗ് അങ്ങനത്തുള്ള സിറ്റുവേഷൻസൊക്കെ നിങ്ങൾ ഹീൽ ചെയ്തതിന് ശേഷം അതിൽ നിന്നൊക്കെ നിങ്ങൾ ഭയങ്കരമായിട്ട് ഡിറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. നിങ്ങളുടെ ലൈഫിൽ അതുണ്ട്, അത് നിങ്ങൾ വ്യക്തമായിട്ട് അത് നിങ്ങൾ എടുത്ത് കളയാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം എന്നുള്ളതാണ് കാണാൻ പറ്റുന്നത്. മാനിഫെസ്റ്റേഷൻ ചെയ്യാനൊരു കഴിവുള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഭയങ്കരമായിട്ട് സൈക്കിക് അറ്റാക്ക്, അങ്ങനെ സൈക്കിക് പരമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഒരു ഡിപ്രഷൻ, അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് പരമായിട്ടുള്ള എന്തെങ്കിലും രോഗമോ അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങളുടെ ലൈഫിൽ പേടി, അങ്ങനത്തെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ ഉണ്ട് എന്നുണ്ടെങ്കിലും അങ്ങനത്തുള്ള സിറ്റുവേഷൻസൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പ്രവർത്തിക്കുക എന്നുള്ളതാണ് കാണാൻ പറ്റുന്നത്. അങ്ങനെ എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾക്കൊരു സക്സസ് അല്ലെങ്കിൽ ഒരു സെലിബ്രേഷൻ ആയിട്ടുള്ളൊരു മൂഡ് നിങ്ങൾക്ക് ഉണ്ടാവുക എന്നുള്ളതാണ് കാണാൻ പറ്റുന്നത്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഹൈ പൊസിഷനിലാവേണ്ട ആൾക്കാരാണ്, ചെറിയൊരു പൊസിഷനിൽ നിൽക്കേണ്ട ആൾക്കാരല്ല, ഹൈ പൊസിഷനിൽ നിൽക്കേണ്ട ആൾക്കാരായിട്ടാണ് കാണാൻ പറ്റുന്നത്. റിവാർഡ് ഡിസർവ് ചെയ്യുന്ന ആൾക്കാരായിട്ടാണ് കാണാൻ പറ്റുന്നത്. കാരണം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് അംഗീകാരം വേണം. അതുപോലെ തന്നെ ആരും കൈയടിക്കുക അല്ലെങ്കിൽ ആരും ബഹളം ഉണ്ടാക്കിയൊന്നും വേണ്ട, നിങ്ങൾക്ക് പേഴ്സണലി അത് വേണം. ഇപ്പം നിങ്ങളെ അംഗീകരിക്കുക എന്ന് പറയുന്നത് ഫസ്റ്റ് പൈൽ ചൂസ് ചെയ്ത ആൾക്കാർക്ക് മറ്റുള്ളവർ ചെന്ന് അംഗീകരിക്കുമ്പോഴാണ് അവർക്കൊരു ബലം കിട്ടുന്നത്. പക്ഷേ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു അംഗീകാരം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉയരണം എന്നുള്ളതാണ്. നിങ്ങൾക്ക് നിങ്ങളെ തന്നെയാണ് അംഗീകരിക്കേണ്ടത്. അതായത് നിങ്ങളുടെ സോൾ നിങ്ങൾ അംഗീകരിക്കുന്ന സമയത്താണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ നിന്നും നിങ്ങളുടെ ആത്മാവ് നിങ്ങളുടെ അടുത്ത് പറയുന്ന സമയത്താണ് നിങ്ങൾ ഉയർന്നു കൊണ്ടിരിക്കുന്നതാണ് കാണാൻ പറ്റുന്നത്. നിങ്ങൾക്ക് എല്ലാവരിൽ നിന്നും ഒരു പടി മേളിൽ നിന്ന് ചിന്തിക്കണം, ഒരു പടി മേളിലാവണം എന്ന ആഗ്രഹമുള്ള ആൾക്കാരായിട്ടാണ് കാണാൻ പറ്റുന്നത്. അതിപ്പം കരിയർ ആയാലും ഫിനാൻസ് ആയാലും കുടുംബക്കാരെ നിന്നായാലും അതുപോലെ തന്നെ ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്നാലും എല്ലാത്തിൽ നിന്നും കുറച്ചധികം ഉയർന്ന് ചിന്തിക്കണം, അല്ലെങ്കിൽ ഉയർന്നൊരു പൊസിഷനിൽ വരണം, ഉയർന്നൊരു സിറ്റുവേഷനിലാവണം. പണം, കാര്യങ്ങൾ, പ്രശസ്തി എല്ലാം ഉയർന്നു വേണമെന്ന് ചിന്തിക്കുന്ന ഒരു സ്വരം സോളായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ എന്താ പറയുക,
റിവാർഡ്, അതുപോലെ തന്നെ പ്രശംസ, ഇതൊക്കെ നിങ്ങളുടെ ലൈഫിൽ എന്തായാലും തേടി വരുന്നൊരു സമയം നിങ്ങളുടെ ലൈഫിലോട്ട് അട്രാക്റ്റഡ് ആവും, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലോട്ട് അത് വരും എന്നുള്ളതാണ് കാണുന്നത്. നിങ്ങളെ സംബന്ധിച്ച് ഒരു സ്ട്രോങ് ആയിട്ടുള്ള വ്യക്തിയാണ്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ പുറകെ ഇങ്ങോട്ട് ആൾക്കാർ വരാനുള്ളൊരു സിറ്റുവേഷനിലുള്ള സ്ട്രോങ് ആയിട്ടുള്ളൊരു ഹ്യൂമൻ ബീയിങ് ആയിട്ടുള്ള സൈക്കിക് ആയിട്ടുള്ള വ്യക്തികളായിട്ടാണ് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റിവാർഡുണ്ട്, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡിസർവ് ആയിട്ടുള്ള വ്യക്തികളുടെ ഡിസർവ് ആയിട്ടുള്ള സിറ്റുവേഷൻസൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വരും എന്നുള്ളതാണ് കാണാൻ പറ്റുന്നത്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളെ ലീഡ് ചെയ്ത് കൊണ്ടുപോകുന്നൊരു എനർജി നിങ്ങളുടെ ലൈഫിൽ എന്തായാലും ഉണ്ടാകുന്നുണ്ട്. നിങ്ങൾ കാണേണ്ട കുറേയധികം കാഴ്ചകളുണ്ട്, പോകേണ്ട കുറേയധികം സ്ഥലങ്ങളുണ്ട്, നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട കുറേയധികം സിറ്റുവേഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ന്യൂ ജനറേഷൻ ലൈഫിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. IT മേഖലകളിലായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫിനാൻസ് പരമായിട്ടുള്ള സിറ്റുവേഷൻസ് ആയിരിക്കാം, ബിസിനസ് പരമായിട്ടുള്ള മേഖലകളിലായിരിക്കാം. ഇതിലൊക്കെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ഉന്നത വിജയം നിങ്ങൾ കൈവരിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ലീഡ് ചെയ്ത് കൊണ്ടുപോകുന്ന കുറേയധികം എനർജീസ് നിങ്ങളുടെ ലൈഫിലോട്ട് വരാൻ ചാൻസ് ഉള്ള സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. നിങ്ങൾ ആ ഒരു മേഖലയിലൊക്കെ കൈവയ്ക്കാൻ വേണ്ടിയിട്ട് ചാൻസ് ഉള്ള വ്യക്തികളുമായിട്ടാണ് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ വരേണ്ട കുറേയധികം എനർജീസ്, വരേണ്ട കുറേയധികം സിറ്റുവേഷൻസ്, വരേണ്ട കുറേയധികം ആൾക്കാരൊക്കെ നിങ്ങളുടെ ലൈഫിൽ വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇതൊക്കെ നിങ്ങളുടെ ലീഡ് ചെയ്തുകൊണ്ട് പോകുന്നത് ഒരു ഉന്നത സക്സസ്, ഉന്നത വിജയത്തിലോട്ടാണ് എന്നുള്ളതാണ് കാണാൻ പറ്റുന്നത്. നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് തന്നെ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുപോകാം എന്നാണ് കാണാൻ പറ്റുന്നത്. നിങ്ങൾ ഭയങ്കരമായിട്ടും ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അതിൽ ഭയങ്കരമായിട്ടും ഡെഡിക്കേറ്റഡ് ആണ്, എഫേർട്ടാണ്, ആത്മാർത്ഥതയിൽ ഉപരി ചെയ്യുന്ന കാര്യം വ്യക്തമായിട്ട് നിങ്ങൾ ചെയ്യും. അതാണ് നിങ്ങളുടെ മെയിൻ ഒരു ഹോബി. അതായത് ആത്മാർത്ഥത കാര്യങ്ങളൊന്നുമല്ല, ചിലപ്പം ഭയങ്കര വൾഗറായിട്ടും ചെയ്യണം, ഭയങ്കരമായിട്ട് ലോ ആയിട്ടും ചെയ്യുന്നത്, പക്ഷേ ഡെഡിക്കേറ്റഡ് ആണ്. ചെയ്യുന്ന കാര്യം അവസാനം ചെയ്ത് വരുന്ന സമയത്ത് നിങ്ങളെ സംബന്ധിച്ച് അത് വ്യക്തമായിട്ട് ആ ഒരു പ്ലാൻ നിങ്ങൾക്ക് ഉണ്ടാവും. അത് എങ്ങനെയാണ് വരുന്നത്, അത് മേ ബി അത് ചെയ്യുന്ന സമയത്തൊന്നും അതുണ്ടാവത്തില്ല, ബട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം അതെങ്ങനെ ഇടണം, അല്ലെങ്കിൽ അതെങ്ങനെ യൂസ് ചെയ്യണം, അതെങ്ങനെ കൊണ്ടുപോകണം എന്നൊക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ടറിയാം. അതായത് എക്സാമ്പിൾ പറയുകയാണെന്ന് പറയുമ്പോൾ, ഇപ്പം ഒരു ഫിലിം പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ചിത്രം വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ, അത് ആദ്യം തുടങ്ങുന്ന സമയത്തൊന്നും മനസ്സില്ല, ബട്ട് പ്ലാൻ ചെയ്ത് കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റും അതെങ്ങനെയാണ് വരുന്നതെന്ന് അറിയാൻ പറ്റും. കാരണം അത്രത്തോളം ഡെഡിക്കേറ്റഡ് ആണ്, അത്രത്തോളം എഫേർട്ട് എടുത്ത് കാര്യങ്ങൾ ചെയ്യുന്നൊരു വ്യക്തികളായിട്ടാണ് കാണാൻ പറ്റുന്നത്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ദൈവത്തിനെ വിളിക്കുന്നൊരു സിറ്റുവേഷൻസ് വരുന്ന സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഡിവൈൻ ആൾക്കാരാണ്, അല്ലെങ്കിൽ നിങ്ങൾ ദൈവവിശ്വാസമുള്ള ആൾക്കാരായിട്ടാണ് കാണാൻ പറ്റുന്നത്. നിങ്ങൾ എന്ത് പ്രശ്നം വന്നാലും, എന്ത് ഇഷ്യൂസ് വന്നാലും നിങ്ങൾ വേറൊരാളെ കാണാൻ വേണ്ടി പോകത്തില്ല, അല്ലെങ്കിൽ വേറൊരാളിൽ നിന്ന് നിങ്ങളൊരു അഭയം തേടാൻ വേണ്ടി പോകാത്ത ആൾക്കാരാണ്. നിങ്ങൾക്കൊരു ഹോപ്പ്ലെസ് ആയിട്ടുള്ള സിറ്റുവേഷൻ വന്നാലും, നിങ്ങൾക്കൊരു ഹെൽപ്ലെസ് ആയിട്ടുള്ള സിറ്റുവേഷൻ വന്നാലും, നിങ്ങൾ നേരെ പോകുന്ന ഡിവൈൻ്റെ കയ്യിലോട്ടാണ്, അല്ലെങ്കിൽ നിങ്ങൾ നേരെ പോകുന്നത് ഡിവൈൻ പ്ലാൻ അനുസരിച്ചാണ്, അല്ലെങ്കിൽ നിങ്ങൾ യൂണിവേഴ്സിൻ്റെ അടുത്തോട്ടാണ് നിങ്ങൾ പോകാൻ നിൽക്കുന്നത്. അല്ലാണ്ട് നിങ്ങൾ ഈ പറയുന്ന മനുഷ്യന്മാരുടെ കയ്യിൽ നിന്നോ, അല്ലെങ്കിൽ നിങ്ങൾ മറ്റൊരു ഹ്യൂമൻ ബീങ്ങിൻ്റെ കയ്യിൽ നിന്നോ നിങ്ങൾ ഒരിക്കലും നിങ്ങളൊരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ തേടുന്നില്ല. നിങ്ങൾ ഡിവൈൻ്റെ ആൾക്കാരായതുകൊണ്ട് തന്നെ ഡിവൈൻ്റെ കയ്യിൽ നിന്നുമാണ് നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടേണ്ടതാണെന്നിവിടെ കാണാൻ പറ്റുന്നുണ്ട്. വ്യക്തമായിട്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കൺഫ്യൂഷൻ സ്റ്റേജിലാണ്, നിങ്ങൾക്ക് എന്താണ് പോകേണ്ടതെന്ന് അറിയില്ല, പക്ഷേ നിങ്ങളുടെ ഫ്രണ്ടിൽ സംഭവങ്ങളുണ്ട്, നിങ്ങളെ ഡിവൈൻ വിളിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളെ ഡിവൈൻ അറിയാൻ പറ്റും. പക്ഷേ ഏത് സ്റ്റേജിലൂടെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾ എത്തേണ്ട പൊസിഷൻ ഒന്ന് തന്നെയാണ്. അതായത് ഞാൻ പറയുന്ന സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും, നിങ്ങളൊരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു ഹോപ്പ്ലെസ് ആയിട്ടുള്ള സിറ്റുവേഷൻ നിങ്ങൾ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറൊന്നും ചെയ്യേണ്ടതില്ല, അത് പൊട്ടിച്ച് പോകുക, നിങ്ങൾ നടക്കാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾ എങ്ങോട്ട് നടന്നാലും നിങ്ങൾ എത്തുന്നത് ഒരേ പൊസിഷനിൽ തന്നെയായിരിക്കും, ബട്ട് വഴി വേറെ വഴിയായിരിക്കും, ബട്ട് രണ്ടും സെയിം ആയിരിക്കും. ഓക്കെ, നിങ്ങളെ സംബന്ധിച്ച് എനിക്ക് മെയിൻലി പറയാനുള്ള സംഭവം എന്ന് പറയുമ്പോഴത്തേക്കും, നിങ്ങൾ കുറേ അധികം ആൾക്കാരെ സ്നേഹിക്കുന്ന വ്യക്തികളാണ്, ഭയങ്കരമായി ആൾക്കാരെ ഇഷ്ടപ്പെടുന്നുണ്ട്, ഭയങ്കരമായിട്ട് ആൾക്കാരെ സ്നേഹിക്കും. ഒരു വ്യക്തി നിങ്ങളെ സ്നേഹിച്ച് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ജെനുവിൻ ആയിട്ടായിരിക്കും ആദ്യം സ്നേഹം കൊടുക്കുന്നത്. അവസാനം നിങ്ങൾ ആ മനസ്സം കൈ കൊടുക്കും. ആ മനസ്സ് കൈ കൊടുക്കുന്ന സമയത്ത് ആ വ്യക്തി അത് അടിച്ച് പൊളിച്ച് നശിപ്പിച്ചിട്ട് തിരിച്ച് തരുന്നൊരു സിറ്റുവേഷനിലോട്ട് മാറും. അങ്ങനെ മാറാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്, മനസ്സ് കൊടുക്കാണ്ടിരിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് കാണാൻ പറ്റുന്നത്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ എന്ത് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടൊരു ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ ലൈഫിലുണ്ടെന്നാണ് കാണാൻ പറ്റുന്നത്. ലവ് അബണ്ടൻസ് ആണ് അടുത്തതായിട്ട് കാണാൻ പറ്റുന്നത്. ഈ ലവ് അബണ്ടൻസ് എന്ന് പറയുന്നത് ഈ ഒരു സമയം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ കുറേയധികം സ്നേഹമുള്ള വ്യക്തിയാണ്, ബട്ട് നിങ്ങൾക്ക് ഇങ്ങോട്ട് കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കിട്ടാത്ത സ്നേഹം നിങ്ങൾ ആർക്കും കൊടുക്കത്തുമില്ല എന്നുള്ള ആൾക്കാരായിട്ടാണ് കാണാൻ പറ്റുന്നത്. ബട്ട് നിങ്ങൾക്ക് ഇഷ്ടം പോലെ സ്നേഹമുണ്ട്, നിങ്ങൾക്ക് വാരിക്കോരി ചൊരിഞ്ഞ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഇഷ്ടം നിങ്ങളിൽ ഇഷ്ടം പോലെ സ്നേഹം ഉണ്ട്. മെയിൻ നിങ്ങൾ ഏത് നാട്ടുകാരാണെന്നൊന്നും എനിക്കറിയാമേ, ബട്ട് ഈ ഒരു വീഡിയോ സെക്കൻഡ് പേജിൽ ചൂസ് ചെയ്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭയങ്കരമായിട്ടും സ്നേഹമുള്ള ആൾക്കാരായിട്ടാണ് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് ആര് ഒന്നും തന്നില്ലെങ്കിൽ പോലും കർമാജറായിട്ടുള്ള സിറ്റുവേഷൻസ്, ഒരു മനുഷ്യൻ നിങ്ങളുടെ ലൈഫിൽ ഇല്ലെങ്കിൽ, ഒരു മനുഷ്യൻ നിങ്ങളുടെ ലൈഫിൽ ഒന്നും തന്നില്ലെങ്കിൽ പോലും ഓപ്പർച്യൂണിറ്റി, അതുപോലെ തന്നെ ഭയങ്കരമായിട്ടുള്ള ന്യൂ ബിഗിനിങ്സ്, അതുപോലെ തന്നെ എന്താ പറയുക, നിങ്ങൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ യൂണിവേഴ്സ് നിങ്ങളെ കയ്യിൽ കൊണ്ടുതരും. കാരണം അത്രത്തോളം സ്ട്രോങ് ആണ്. നിങ്ങൾ ആരെയും നോക്കി ജീവിക്കുന്ന വ്യക്തികളായിട്ട് എനിക്കിവിടെ കാണാൻ പറ്റുന്നില്ല, വ്യക്തമായിട്ട് പ്ലാനുള്ള വ്യക്തികളായിട്ടാണ് കാണാൻ പറ്റുന്നത്. ബട്ട് നിങ്ങളെ സംബന്ധിച്ച് എനിക്ക് നിങ്ങളടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും, ദ ഹോൾ യൂണിവേഴ്സ് വൺ ടൈം നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ചിരിക്കും. അത് ഞാൻ 100% ഗ്യാരൻറ്റി പറയാം. പ്യുവറായിട്ടുള്ള വ്യക്തികളായിട്ടാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. അപ്പോൾ ഇതിന് പുറമെ ആർക്കും പേഴ്സൻ്റേജ് താല്പര്യം ജസ്റ്റ് കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ ബൈ, അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ.